അന്ന് നസീർ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു കൂടെ അഭിനയിക്കുന്ന ഒരു വലിയ സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു ഗുരുനാഥനെ പോലെ സാറിനെ ഒരു പ്രശ്നം വന്നാൽ സാറ് മുന്നിട്ടിറങ്ങും. പക്ഷെ അത് ആ പറയുന്ന ഭാഷയും നമ്മളോട് കാണിക്കുന്ന പെരുമാറ്റ രീതിയും ഒക്കെ നമുക്കൊരു കണ്ടു പഠിക്കണം. നമ്മൾ ഒരു കാലത്ത് മറക്കത്തില്ല. ഞാൻ രജനീകാന്ത് സാറിനെയൊക്കെ ആദ്യം കാണുന്ന AVM സ്റ്റുഡിയോയിൽ വെച്ചാൽ അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. അപ്പം എല്ലാവരും പറയും വന്നു കഴിഞ്ഞാൽ കാറിൻ്റെ പുറത്ത് കിടന്നുറങ്ങുക. ഇത് ക്യാൻ യു ഇമാജിൻ? അങ്ങനെ ഒരു രംഗം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. അവരൊക്കെ അങ്ങനെ ഒരു വലിയ സൂപ്പർ സ്റ്റാറാണ് ഞാൻ എന്നുള്ളൊരു മട്ടിൽ ഇങ്ങനെ അകമ്പടി സേവിച്ചൊരു 15 പേരും ഒന്നുമില്ല. അതൊക്കെ നമ്മൾ കള്ളിച്ചെല്ലമ്മ എന്നൊരു പേരിട്ടു ഒരു പടത്തിൽ. നസീർ സാറാണ് ഹീറോ. ഇന്നാണെങ്കിൽ കള്ളിച്ചെല്ലമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസക്തി എന്താണ് അവിടെ എന്ന് ചോദിക്കുന്ന കാലമാണ് ഇന്ന്. ഏതായാലും അന്ന് അവൻ പറഞ്ഞ അതാണ് മലയാള സിനിമയുടെ ഒരു അംബാസിഡർ എന്നുള്ളൊരു വാക്കെന്ന് പറയാൻ കഴിയും. മലയാള സിനിമ എന്നിലൂടെ കുറച്ചെങ്കിലും അറിയപ്പെടണം വെളിനാടുകളിൽ എന്നുള്ളതാണ് അവൻ ഉദ്ദേശിച്ചത്. അത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ എൻ്റെ മോനെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളതാണ് സത്യാവസ്ഥ. ഈ സീരിയലുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ വല്ലാതെ ഇപ്പം വിമർശിക്കപ്പെടുന്നു. ഞാൻ തന്നെ നേരിട്ട് അതിൻ്റെ സംവിധായകരോട് പറഞ്ഞു, ചിലരൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് പൂവും വെച്ച് സാരി ഇവിടെ ഇങ്ങനെ പിന്നുകുത്തി കനകാമ്പരമൊക്കെ വെച്ച് ഏത് പെണ്ണാണ് കേരളത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? പക്ഷെ ആ നടൻ ഉൾപ്പെടെയുള്ളവർക്കൊരു ഒരു കടപ്പാടില്ലേ, ഒരു കടമയില്ലേ? കൂടെ വർക്ക് ചെയ്ത ഒരാളിനെ ഇത്രയും ഒരു മോശമായ രീതിയിൽ ഉപദ്രവിക്കുമ്പോൾ ഉപദ്രവിച്ചു എന്നൊക്കെ ഉള്ളത് സത്യമാണ്. അത് നേരിട്ട് പോയി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കണ്ടവരുമുണ്ട്. സഹിക്കാൻ വയ്യ. കാരണം അച്ഛൻ മരിച്ച് 10-11 മാസമുള്ള ആ കുട്ടിയുടെ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്ഷുഭിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഇമേജാണ് അദ്ദേഹത്തിന്. ഞാൻ സമ്മതിക്കുന്നില്ല. ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭർത്താവും അച്ഛനുമാണ് അദ്ദേഹം. മറക്കാനൊക്കാത്തൊരു യാത്രയെപ്പായിരുന്നു. മോളെ ചേട്ടൻ പോയിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഭഗവാനെ പിന്നെ കേൾക്കുന്നത് എവിടെ കണ്ട് മരിച്ചു കിടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലോ അങ്ങനെ. അപ്പോൾ 2 ദിവസം സുഖേട്ടന് വെള്ളം പോലും കുടിച്ചിട്ടില്ല. വേഷം വരുമ്പോഴത്തേക്കും എന്താ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് പ്രോപ്പർട്ടി പോലെ. അമ്മ ഞാൻ ഇറങ്ങുകയാണ്. മോനെ എപ്പോൾ വരും? രാത്രി ഇത്ര വെള്ളം മിക്കവാറും വയ്ക്കും. പിന്നെ വരുമ്പോൾ അമ്മ ബാ നീ വല്ലതും കഴിക്കും. ഇങ്ങനെ ഇതിലൊക്കെ ഒതുങ്ങും അമ്മ. ഞാൻ ഒരിക്കലും പറയത്തില്ല ശ്രീ പിണറായി വിജയൻ ഇവിടെ ഒരു ചുക്കും ചെയ്തില്ല എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൻ മന്ത്രിയായപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോഴും ആയില്ലേ? ഭർത്താവാകുന്നു, ഭാര്യയാവുന്നു. അതൊക്കെയല്ലേ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ. ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തെന്നോ ഭാര്യയും കൂടെ MP ആയി, മന്ത്രിയായി, MLA. രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമുണ്ടോ? രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിട്ട് നമുക്ക് ആലോചിച്ചപ്പോൾ മൊത്തത്തിൽ അടിയായി. അത് പേടിയായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ. G. അരവിന്ദൻ്റെ ഉത്തരായനം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം. അതെ, ഗോൾഡ് മെഡൽ നേടിയ ചിത്രം. പിന്നീട് KG ജോർജിന്റെ സ്വപ്നാടനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം. അങ്ങനെ അഭിനയ ജീവിതം 53 വർഷം പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന അധ്യായം എന്ന് പറയുന്നത് ഈ അഭിനയ രംഗത്തിൻ്റെ നിന്നുള്ള അനുഭവങ്ങൾ തന്നെയാണ് ശരിക്കും. അപ്പം അത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു കോളേജ് വിദ്യാർത്ഥിനിയായ ഞാൻ അഭിനയിക്കുമോ എന്ന് ചോദിച്ച് നമ്മുടെ തെക്കുടിയൻ സാറും പട്ടത്തുള്ള കരുണാകരൻ സാറൊക്കെ കോഴിക്കോടാണ്. അപ്പോൾ സംവിധായകൻ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിതിനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് ഈ മാതൃഭൂമിയുടെ പുറകിലൊരു ചെറിയ ലോകം വലിയ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതിനകത്ത് അത് വായിച്ചിട്ടുള്ളൊരു പരിചയമുള്ളൂ. അപ്പോൾ ഇദ്ദേഹം സിനിമ സംവിധാനം ചെയ്യും. ആദ്യത്തെ പടമാണ്, എനിക്കും അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യങ്ങളും അങ്ങനെയാണ്. നമുക്കൊരു വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ടാവണം. എന്താണ് ഒരു പരീക്ഷണം നടത്തുന്ന പോലെ അവർ വിളിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി, പോയി അഭിനയിച്ചു. പക്ഷേ അന്നാണ് ഞാൻ അരവിന്ദൻ സാറെന്ന് പറയുന്ന ആളിനെ ഞാൻ പറയും വളരെ പതുക്കെ സംസാരിക്കുള്ളൂ അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും സാധാരണ സിനിമയെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു നായകൻ്റെ മുറപ്പെണ്ണായിട്ട് അതിനകത്തൊരു വലിയ അത് എന്ന് പറഞ്ഞാൽ നായികയാണ്. പക്ഷെ അങ്ങനെ നായികയ്ക്കുള്ള കഥാപാത്രമൊന്നും ഇല്ല. അമ്മാവൻ്റെ മകൾ എന്നുള്ളൊരു കഥാപാത്രം നായകൻ്റെ. അങ്ങനെ അതിലഭിനയിച്ചു. അതിനുശേഷം പിന്നീട് പുരുഷനാലപ്പുഴയുടെ ഒരു ഹമീദ് കാരശ്ശേരി സംവിധാനം ചെയ്ത കാർത്തിക വിളക്ക്. അങ്ങനെ ഒരു പതുക്കെ അപ്പം അപ്പോഴത്തേക്ക് മദ്രാസിൽ പോകേണ്ടതായിട്ട് വന്നു. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നിന്ന് അഭിനയിച്ച് ഇച്ചിരി പൈസയൊക്കെ കിട്ടും എന്നൊരു തോന്നലുണ്ടാക്കി സഹായിച്ച ആൾ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനാണ്. ഒരിക്കൽ ചേട്ടനെ ചെന്ന് കണ്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ എനിക്ക് ഒരുപാട് ഇഷ്ടവും ബഹുമാനമുള്ള ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ അന്ന് ഞാൻ തമ്മിച്ചേട്ടൻ്റെ ഏതോ ഒരു സ്വപ്നം മോഹിനിയാട്ടമൊക്കെ അങ്ങനെയാണ് ഞാൻ അഭിനയിക്കുന്നത്. അങ്ങനെ മോഹിനിയാട്ടത്തിലൊക്കെ അഭിനയിച്ച് അന്ന് വലിയ വേഷമൊന്നുമല്ല. അത് കഴിഞ്ഞ് ജയിക്കാനായി ജനിച്ചവൻ വന്നു. ജയൻ്റെ ഓപ്പോസിറ്റായിട്ട് നസീർ സാറിൻ്റെ പെങ്ങള്. അതിനകത്താണ് ഞാൻ ഇപ്പോഴും എനിക്കത് കാണുമ്പോൾ ചിരിയ ചാലക്കമ്പോളത്തിൽ നിന്നൊക്കെ വലിയ പാട്ടുമൊക്കെ ഉണ്ട്. ജോർജ് സാറ്
ഇതുപോലെ തനിക്ക് ഒരു വേഷം ഞാൻ തരാം, എനിക്കിതുപോലെ വളരെ ഒരുപാട് കണ്ട് പഴകിയ ഒരു മുഖം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് സ്വപ്നാടനത്തിൽ റാണിയുടെ കൂടെ എന്നെ വിളിക്കുന്നത്. നല്ല വേഷം. അയ്യോ, അത് നല്ല വേഷമായിരുന്നു. അത് അദ്ദേഹമാണെങ്കിൽ അഭിനയിച്ച് കാണിച്ചു തരും. ഇത്രയും നോക്കണ്ട, ഇത്രയും തലയാട്ടണ്ട, അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അദ്ദേഹം കാണിച്ചു തരികയും പറഞ്ഞു തരികയും ചെയ്യും. ഇതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഭാഗ്യമുണ്ടായത്, വിൻസെൻ്റ് മാഷ് എന്നെ അഭിനയിക്കാൻ വിളിച്ചത്. അയ്യോ, അത് ഒരിക്കലും മറക്കില്ല. ആനപ്പാച്ചൻ എന്ന് പറഞ്ഞ ഉദയായിലെടുത്ത് ഒരു ഇതിനകത്ത് ഒരു നല്ല വേഷമായിരുന്നു, ഒരു ആംഗ്ലോ ഇന്ത്യൻ പോലത്തെ ഒരു ലേഡി. അപ്പോൾ അത് നസീർ സാറുണ്ട്, ഷീലാമ്മയുണ്ട്, GK പിള്ള സാറും ഞാനുമാണ് ഒരു ഫാമിലി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ സംവിധായകരുടെ പടത്തിൽ അഭിനയിച്ചപ്പോൾ കുറേ കൂടെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. അതെപ്പോഴും അങ്ങനെയാണല്ലേ. വിൻസെൻ്റ് മാഷ് പടത്തിലുണ്ടോ അവരെന്ത് വേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ വയനാടൻ തമ്പാനൊക്കെ അഭിനയിച്ച് തുടങ്ങുന്ന സമയത്ത് കുറേ പടങ്ങൾ ഇങ്ങനെ വന്ന് വിളിക്കുമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്ത് ഓടുന്ന കാര്യമൊന്നും നമുക്കൊന്നും വലിയ പരിചയം പോരാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അന്നേരം നമ്മുടെ ലിസ ബേബി സാറിൻ്റെ ഡേറ്റാണ് ഹൈദരാബാദിൽ, നിഴലേ നീ സാക്ഷി. ഏതായാലും നിഴലേ നീ സാക്ഷി എന്ന് പറഞ്ഞ് പോയത് കൊണ്ടാണ് സുകുമാരൻ ചേട്ടനുമായിട്ട് അടുക്കുന്നത് ഞാൻ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഏതാണ്ടൊക്കെ ഒരു കഥ അദ്ദേഹത്തിന് മറ്റു പലരും പറഞ്ഞത് കേട്ടു. കുതിരവട്ടം പപ്പൂട്ടം പറഞ്ഞറിയാം. കുറച്ച് പപ്പൂട്ടനുമായിട്ട് ഞാൻ എപ്പോഴും വളരെ ഇതായി സംസാരിക്കുക. ഞാൻ ഈയിടെ മോൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെ ഞാൻ അഭിനയിച്ച. അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് പടങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ചുകൂടെ കയ്യിൽ കുറച്ച് പൈസ വരാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ സുഹൃത്തിനായിട്ടുള്ള പടാഭിനയം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പെങ്ങളും ഞാനും കൂടെ 5ാം ക്ലാസ് മുതൽ തിരുവനന്തപുരം വിമൻസ് കോളേജ് വരെ ഒന്നിച്ച് പഠിച്ച 2 സബ്ജക്റ്റാണെന്നേ ഉള്ളൂ. സതി എക്കണോമിക്സോ ഉണ്ടായിരുന്നു, BCom ആയിരുന്നു, ഞാൻ കെമിസ്ട്രിയും. പക്ഷെ അത് ഞങ്ങൾ വലിയ കൂട്ടുകാരാണ്. അങ്ങനെ ഞാൻ സതിയൊക്കെ അന്ന് ഈ പറയുന്നതിൻ്റെ തൊട്ട് ശാസ്ത്രമംഗലത്തൊക്കെ താമസിക്കുന്ന സമയത്ത് അന്ന് സുഹൃത്തിൻ്റെ അച്ഛൻ PMGയിലാണ് ജോലി. അപ്പോൾ പോയി അപ്പോഴും കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം മറ്റേ യൂണിവേഴ്സിറ്റി കോളേജിലെ ഭയങ്കര യോദ്ധാവാണ്, ഭയങ്കര ഡയലോഗ്, ഈ പറഞ്ഞതിൻ്റെ കൂടെ ഡയലോഗ് വീരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതലും കോളേജിൽ പഠിച്ച സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഡയലോഗുകളും ഒക്കെ. അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ. പിന്നീടാണ് എന്താണ് ഞാനിങ്ങനെ കേട്ടു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറച്ച് കാര്യമായിട്ട് അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആരോടും ഒരു പരാതിയില്ല, തെറ്റെൻ്റേത് തന്നെയാണ്. പിന്നെ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല. എനിക്ക് എൻ്റേതായ ദുഃഖങ്ങളുണ്ട്, എന്നിൽ അവസാനിക്കട്ടെ. കാരണം ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശേഷം ഞാനല്ലേ അനുഭവിക്കുന്നത്, ബാക്കിയുള്ളവരുടെ കാര്യം പറയുന്നതിനാ എന്ന് പറഞ്ഞ് അതിന് ശേഷം പിന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഒറ്റപ്പെട്ടൊരു 1.5 വർഷക്കാലം എനിക്ക് മദ്രാസിൽ കഴിയേണ്ടി വന്നു. മറ്റേ കോഴിക്കോട് വെളിമാടുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സെർവൻ്റ് ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും എന്നെ വലിയ കാര്യമാണ്, സൗദാമിനി എന്നായിരുന്നു പേര്. അങ്ങനെ ഞാനും അവരും കൂടെ ഏതാണ്ട് ഒരു 1.5-2 വർഷക്കാലം ജീവിച്ച് കിടപ്പോൾ പലരും ചോദിച്ചു, എന്തിനിങ്ങനെ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ പൊക്കൂടെ വീട്ടിൽ, അപ്പോൾ ആരും കൊണ്ടുപോകാനില്ലെങ്കിൽ അപ്പോൾ കൊണ്ടുപോകാം എന്നുള്ള വ്യവസ്ഥകളൊക്കെ ലംഘിക്കപ്പെട്ടു ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേ. അപ്പോൾ അത് എന്താ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ പോകണം പറഞ്ഞിട്ട് അപ്പോഴാണ് തമ്പിച്ചേട്ടൻ്റെ ഈ ഏതോ ഒരു സ്വപ്നവും മാളിക എവിടെ നിന്ന് 2 പടം തിരുവനന്തപുരത്ത് ഷൂട്ടിങ്. അങ്ങനെ ഞാൻ സുഹൃത്തിനെ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു പച്ച അംബാസഡർ KRT 699 അതിൽ കയറി എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോന്നു, അമ്മയുടെ അടുത്ത് പോന്നു, കാണുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ അങ്ങോട്ടൊരു ജീവിതം തുടങ്ങി. അത് സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു രാജകുമാരിയെ പോലെ ഒരു 10-20 വർഷം അദ്ദേഹം എന്നെ കൊണ്ട് നടന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ വിഷമങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്ത് ഉണ്ടാക്കിയാലും സമ്പാദിച്ചാലും എല്ലാം എനിക്ക് എൻ്റെ അച്ഛൻ തന്നത് കൂടാതെ തന്നെ അദ്ദേഹം അത് വാങ്ങുമ്പോഴും ഞാനിങ്ങനെ ഒരു കുട്ടിക്കൊരു ജീവിതം കൊടുത്ത ആളാണ്, അവൾ വിഷമിക്കാൻ പാടില്ല, അവൾ കരയാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ചിന്ത എന്നെക്കാട്ടിൽ കൂടുതൽ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പ്രണയം അറിയാത്ത നായകൻ എന്നാണല്ലോ എന്നോട് ജയഭാരി പച്ചയ്ക്ക് ചോദിച്ചായിരിക്കേ, ഇന്ന് സുകുമാരൻ കല്യാണം കഴിക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് നിങ്ങൾ പറയാം. അപ്പം ചോദിച്ചു, ഇതാളെയാ നീ കാതലിക്കറിയാ? കാതലിനാ എന്നാ തെരിയുമാ അവനിക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഭാരതി ചോദിച്ചിട്ടുണ്ട് പണ്ട്. അവിടെ തുടങ്ങിയ ജീവിതം പിന്നെ ഈ പറയുന്നതിനുള്ള ഹിൽ ദർ ഇസ് എ വാലി എന്ന് പറയുന്ന പോലെ കയറ്റങ്ങൾ കയറി പെട്ടെന്ന് ചില ഇറക്കങ്ങളുണ്ടായി. അതൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും അറിഞ്ഞോ അറിയാതെ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെല്ലാം അനുഭവിച്ചു. പക്ഷെ അനുഭവിച്ചെങ്കിലും പിന്നീട് ഈ പറയുന്നതിനോട്ട് 53 വർഷം കൊണ്ട് മനസ്സിലൊരു സംതൃപ്തി ഉണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു പ്രധാന പങ്ക് ഈ ഒരു തൊഴിലിൽ നിന്നും എൻ്റെ വരുമാനം മാത്രമല്ല, എനിക്കുള്ള ഒരു പേരും പിന്നെ അതിനുശേഷം എനിക്ക് ദൈവമായിട്ട് കൊണ്ടു തന്ന ഒരു ജീവിതം, എൻ്റെ സുഹൃത്തൻ, ഇതെല്ലാം സിനിമയിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക്. എൻ്റെ 2 മക്കൾ. അപ്പോൾ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ. എനിക്കൊരു നിരാശയോ പുറകോട്ട് നോക്കുമ്പോൾ ഒരു സങ്കടമോ ഒന്നുമില്ല.
ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടത്തിൽ ഒരു ചെറിയ ഒരു സങ്കടം പറയാനായിട്ട് ഒരു കാരണം ഉണ്ടെങ്കിൽ പോലും ഞാനതൊന്നും അത്ര വലിയ ഗൗരവത്തിലെടുത്തിട്ട് കാണുന്നവരോടെല്ലാം ഈ കഥ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നുമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ശരി, 53 വർഷത്തെ ജീവിതം, അതിലത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ സ്വീകരണം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ തന്നതാണ്. ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സുമായിട്ടൊരു സംഘടനയുണ്ട്. അതിനകത്ത് എല്ലാ പിന്നെ അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പത്രങ്ങളും ചാനലുകളും എല്ലാം അതിലുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നുള്ളൊരു സംഘടനയാണ്. അപ്പൊ അങ്ങനെ മല്ലിക വസന്തം എന്നൊക്കെ പറഞ്ഞു. അതെ, ശ്രീകുമാരൻ തമ്പി, വിൻസെന്റ്, സേതുമാധവൻ, അതെ സംവിധായകൻ, അതേപോലെ തന്നെ ഷീല, ശാരദ, നസീർ, ഉമ്മർ, അങ്ങനെ മികച്ച താരങ്ങൾ എല്ലാവരുടെ കൂടെയും അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആ കാലം ഓർക്കുമ്പോൾ. അല്ല, തീർച്ചയായിട്ടും. അയ്യോ, എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ ആ കാലത്തു നിന്ന് വന്നതുകൊണ്ടാണ് പലതും നല്ല പാഠങ്ങൾ പഠിച്ചത്. ഇപ്പം അത് പഠിക്കാൻ ഈ പുതിയ തലമുറയ്ക്ക് അവസരങ്ങൾ കുറവാണ്. അന്ന് നസീർ സാർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു കൂടെ അഭിനയിക്കുന്ന ഒരു വലിയ സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു ഗുരുനാഥനെ പോലെ സാറിനെ. ഒരു പ്രശ്നം വന്നാൽ സാറ് മുന്നിട്ടിറങ്ങും. പക്ഷെ അത് ആ പറയുന്ന ഭാഷയും നമ്മളോട് കാണിക്കുന്ന പെരുമാറ്റ രീതിയും ഒക്കെ നമുക്കൊരു കണ്ടു പഠിക്കണം. നമ്മൾ ഒരു കാലത്ത് മറക്കത്തില്ല. ആർക്കും ഒരു വിഷമവുമില്ല. സെറ്റിൽ എല്ലാവരും ഒരുപോലെ സാറിനോട് ഒപ്പം നിൽക്കുക, സാറ് പറയുന്നത് അനുസരിക്കുക. കാരണം സാറ് നല്ലതേ പറയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ഒരു വാചകം ആ മനുഷ്യൻ്റെ ഇത് വരില്ല. അപ്പം അങ്ങനെ സാറിൻ്റെ കൂടെ പിന്നെ അറിയാമല്ലോ, സെറ്റിൽ ചെന്നിരുന്നാൽ നേരം പോകുന്ന അറിയത്തില്ല. അടൂർ ഭാഷ സാറൊക്കെയാണ് കൂടെ. അയ്യോ, കഥകളും തമാശകളും അതങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് നായികമാരാണെങ്കിലും അതെ, ശാരദ ചേച്ചി, ഷീലാമ്മ, ജയഭാരതി, വിധുബാല, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും അതെ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചോറാണ്, ഇത് നമ്മുടെ തൊഴിലാണ്, ഇതാണ് നമ്മുടെ വരുമാന മാർഗം എന്നുള്ള ഒരു ഭക്തി തൊഴിലിനോടുണ്ട് ഏത് വലിയ ആർട്ടിസ്റ്റായാലും. ഇപ്പം എത്രയോ വർഷങ്ങൾ പിന്നിട്ട് ഷീലാമ്മയോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം. 7:30 മണിക്ക് സെറ്റിലെത്തണം എന്ന് പറഞ്ഞാൽ 7:20 ഞങ്ങൾ ചെല്ലുമ്പം അവിടെ പ്രൊഡ്യൂസർ അവിടെ കാണും. അവിടെ ഇരിക്കും ഒരാൾ താമസിച്ചത്. എന്താണ് സമയമൊക്കെ തെറ്റുന്നല്ലോ എന്നൊക്കെ ഒരു തമാശ രൂപേണെങ്കിലും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ സമയം പാലിക്കുന്നത്. ഇന്നും ഞാനൊരു ഫംഗ്ഷന് ചെല്ലാമെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റെങ്കിലും മുമ്പേ ഞാൻ ചെല്ലും. കാരണം ഈ സമയത്തിന് വലിയ വിലയായിരുന്നു അന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള നല്ല പാഠങ്ങളൊക്കെ, ഉമ്മക്കയാണെങ്കിലും അതെ, കാര്യം വില്ലൻ വേഷമൊക്കെയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അദ്ദേഹം ഒരു ചെറിയ കാർന്നവരെ പോലെ ആയിരുന്നു. ഞാൻ പറയാൻ കാര്യം, ഞാൻ ഉമ്മക്കയുടെ ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു, പെരിച്ചാഴികളെന്നൊക്കെ പറഞ്ഞു. ഞാനായിരുന്നു അതിലെ നായിക. കുറേ നാടകം ചെയ്തു ഞങ്ങൾ. അവിടെ ഇവിടെയൊക്കെ ഈ ഓണം വരുമ്പോഴും അതുമൊക്കെ മലയാളി അസോസിയേഷൻ്റെ വക നാടകങ്ങളൊക്കെ അഭിനയിച്ചു. അദ്ദേഹത്തിനോട് സിനിമ അഭിനയിച്ചു. നസീർ സാറ്, അന്നത്തെ സോമേട്ടൻ, ജയൻ, സുഖേട്ടനെ തുടങ്ങി ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അന്നത്തെ ചിട്ട, അന്ന് ഒരു ഡിസിപ്ലിൻ ഉണ്ട് സെറ്റിൽ. അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇന്ന് കാണുന്നത് പോലെ ഇപ്പം നമ്മളെ കണ്ടുകൂടെങ്കിൽ ഇന്ന് ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ആ വേഷം ഒരുപക്ഷെ മല്ലിക, എൻ്റെ പേര് ഉദാഹരണത്തിന് പറയുന്നതേ ഉള്ളൂ, മല്ലിക ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിലും വേറെ അവർ വേണ്ട, ഇതായിപ്പോയി. മറ്റേത് അങ്ങനത്തെ അഭിപ്രായം പറിച്ചൊന്നും നടീനടന്മാരിൽ നിന്ന് വരത്തില്ല. പ്രൊഡ്യൂസർ തീരുമാനിക്കും, ഡയറക്ടർ തീരുമാനിക്കും, ആരായാലും ശരി ആ വേഷത്തിന് അവരെ വിളിക്കും. ഞാൻ അങ്ങനെ വലിയ നായികയായിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല. പിന്നെ നല്ല വേഷങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. വയനാടൻ തമ്പാൻ, കമലഹാസൻ്റെ കൂടെ തന്നെ ഞാൻ അദ്ദേഹത്തിനോട് എപ്പോഴും പറയാറുണ്ട് കാണുമ്പോഴൊക്കെ. ഒരു 4-5 പടം ഞാൻ ചെയ്തു. കാത്തിരുന്ന നിമിഷം, വയനാടൻ തമ്പാൻ, ലവ് ബേർഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പോഴും അതെ, ഇന്നത്തെ ഈ വലിയ താരമായ അല്ലേ, ഇന്ത്യയിൽ അഭിമാനപൂർവ്വം നമ്മൾ കമലഹാസൻ്റെ പേര് പറയുന്നതിൻ്റെ കൂട്ടത്തിലുള്ള പേരുകളാണ് കമലഹാസൻ എന്നൊക്കെയുള്ളത്. അവരുടെയൊക്കെ ഒരു ചിട്ട കാണണം. എന്തിനാ പറയുന്നത്, നമ്മുടെ അയ്യോ എൻ്റെ ഈശ്വര രജനി സാറ്, ഞാൻ രജനീകാന്ത് സാറിനെയൊക്കെ ആദ്യം കാണുന്നത് AVM സ്റ്റുഡിയോയിൽ വെച്ചാൽ. അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. അപ്പം എല്ലാവരും പറയും വന്നു കഴിഞ്ഞാൽ കാറിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുക. ഇന്ന് ക്യാൻ യു ഇമാജിൻ അങ്ങനെ ഒരു രംഗം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇല്ല. അവരൊക്കെ അങ്ങനെ ഒരു വലിയ സൂപ്പർ സ്റ്റാറാണ് ഞാൻ എന്നുള്ളൊരു മട്ടിൽ ഇങ്ങനെ അകമ്പടി സേവിച്ചൊരു 15 പേരും ഒന്നുമില്ലാതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലൂടെ നല്ല പടങ്ങളൊക്കെ അഭിനയിക്കുക, നല്ല നല്ല ഒരു സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുക. ഗുരുസ്ഥാനീയരായ ഒരുപാട് പേരെ കാണും. മഞ്ഞുലാസ് ജോസഫ് സാറ്, T. വാസുദേവൻ സാറ്, RS പ്രഭു സാറ്,
ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കുറേ കൂടെയൊക്കെ കാര്യങ്ങൾ ഒരു ബുദ്ധിപൂർവ്വം പറഞ്ഞു തരികയും എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അന്ന് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു വലിയ ഇതേപോലെ ലാഭം എത്ര കോടി കഴിഞ്ഞ് മൂന്നാം ദിവസം ഒന്നും ആരും അന്വേഷിക്കത്തില്ലെങ്കിലും നഷ്ടങ്ങളൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. എങ്ങനെയെങ്കിലും ഒക്കെ എല്ലായിടത്തും ഓടി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചിലവായ പൈസയെങ്കിലും അവർക്ക് കിട്ടും. നസീർ സാർ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, വൈകിട്ട് 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം വരും. പാവം അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊഴുക്കട്ട ഇതൊക്കെ ഉണ്ടാക്കി എല്ലാം കൊടുത്തു വിടും. അന്ന് അവസാനം വരുമ്പോൾ ആർക്ക് കൊണ്ടുവന്നോ നസീർ സാറിന് ഒന്നും കാണത്തില്ല. മിക്കവാറും സാറ് പങ്കുവെച്ച് അവസാനം കുറച്ച് കടല മുഴുകിയത് മാത്രം കാണും. ബാക്കിയൊക്കെ അത് കുഴപ്പമില്ല ഞാനിതൊക്കെ പറഞ്ഞിട്ട് സാർ പിന്നെ അല്ലാതെ കുഴപ്പമുണ്ടെന്ന് പറയും. സാറിൻ്റെ ഒരു വർത്തമാന രീതിയും പെരുമാറ്റ രീതിയും അങ്ങനെയാണ്. അത് കഴിഞ്ഞ് മാൽക്കാതെന്ന് പറഞ്ഞൊരു മലയാള സിനിമ അസോസിയേഷൻ ഒരു സംഭവം അവിടെ തുടങ്ങി. നസീർ സാറിൻ്റെ വീട്ടിലായിരുന്നു അന്ന് മീറ്റിങ്. അപ്പം ഞാൻ ആലോചിക്കും, നസീർ സാർ വിചാരിച്ചിട്ട് പോലും അത് തുറന്നുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അതൊരു വഴക്കിൻ്റെ പുറത്തോ അതൊന്നും അല്ല. പക്ഷേ ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടത്തില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ സാറ് പറഞ്ഞു ഈ സിനിമാക്കാരുടെ സംഘടനയൊക്കെ കൊണ്ടുവന്ന് അത് വേണ്ട, ചലച്ചിത്ര പരിഷത്തെന്നും പറഞ്ഞ് എല്ലാവരും ഉൾപ്പെട്ട ഒരു സംഘടനയാണെന്നുണ്ടായിരുന്നു. പക്ഷേ അത് സ്ഥിരമായിട്ടും മഞ്ജുദാസ് ജോസഫ് സാറും ഒക്കെ ഓഫീസിൽ കാണും. നമുക്കൊരാവശ്യമുണ്ടെന്ന് എല്ലാം പറയാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ ഒരു ഓഫീസ് സ്ഥിരമായിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ എന്നും ചെന്ന് കയറാവുന്ന ഒരു ഓഫീസ് മാത്രം. അല്ലാതെ അവിടെ മറ്റ് ചർച്ചകളോ ഇവനെ എങ്ങനെ വാര വയ്ക്കാം അവളെ എങ്ങനെ തുരസാം എന്നുള്ള ചിന്തകളൊന്നും ആർക്കും ഇല്ല. തെറ്റിലും അങ്ങനത്തെ വിവേചനങ്ങളോ ഒരു വിവേചനവും ഇല്ല. ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അയ്യോ ഇപ്പം അത് പോയില്ലേ കൊള്ളാം. ഞങ്ങളിപ്പോൾ ഏർക്കാട് ഷൂട്ടിങ്ങിന് പോകും, സേലം സൈഡൊക്കെ പോകുമ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യും, എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവാ അവിടെ ചുമ്മാ ഇരിക്കുമ്പോൾ 4 മണിക്കൊക്കെ വല്ലതും കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും കൂടി ചോദിക്കും. നീ ഉണ്ണിയപ്പം കൊണ്ടുപോവാ, അല്ലെങ്കിൽ നീ കുറച്ച് കടുമാങ്ങ അല്ല അച്ചാർ കൊണ്ടുപോവാ, ഞാൻ അച്ചപ്പം കൊണ്ടുവരാം, ഉപ്പേരി ചക്ക, ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പോകുമ്പോൾ ഏതാണ്ട് പിക്നിക്ക് പോകുന്നു അല്ലെ കുറച്ച് ഭക്ഷണ സാധനമൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളതെടുക്കുമ്പോൾ നസീർ സാർ വരെ അതിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച് കൊള്ളാമത് ഒക്കെ പറഞ്ഞുകൊണ്ട് കഴിച്ച് അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളും ബന്ധക്കാരും ഒക്കെ കൊണ്ട് ഒരു ട്രിപ്പ് പോകത്തില്ലേ, അതുപോലെ പോകും. ജോലി കഴിഞ്ഞാൽ അന്നൊക്കെ ഈ ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊക്കെ ഒരു 6 മണിക്കൊക്കെ തീരും. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആ ഹോട്ടലിൽ വല്ല എവിടെയെങ്കിലും ഒരു കോമൺ ഏരിയ ചെയ്തിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് സന്തോഷമായിട്ട് ഒരാൾ പാട്ട് പാടി അല്ലെ ഒരാൾ ഇതുപോലെ ഭക്ഷണ സാധനം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. അന്നത്തെ സിനിമയുടെ കഥകളും അങ്ങനെ തന്നെയായിരുന്നല്ലോ, കുടുംബകഥയ്ക്കല്ലേ. അതെന്താണെന്നറിയാമോ, നല്ല കുടുംബകഥകളെയും നോവലുകളെയൊക്കെ പശ്ചാത്തലമാക്കിയിട്ടുള്ള സിനിമകളായിരുന്നു കൂടുതൽ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് താരങ്ങൾക്ക് വേണ്ടി സിനിമ ഉണ്ടാക്കുക. അന്നിപ്പം നസീർ സാറൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും പിന്നെ മികച്ച പ്രധാന നടനാണെങ്കിൽ പോലും ബാക്കിയുള്ളവരും അതാ ഞാൻ പറഞ്ഞത്. അതിപ്പം നമ്മൾ കള്ളിച്ചെല്ലമ്മ എന്നൊരു പേരിട്ട് ഒരു പടത്തിൽ നസീർ സാറാണ് ഹീറോ. ഇന്നാണെങ്കിൽ കള്ളിച്ചെല്ലമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസക്തി എന്താണ് അവിടെ എന്ന് ചോദിക്കുന്ന കാലമാണ് ഇന്ന്. അന്ന് നസീർ സാറിന് അതൊന്നുമില്ല, അത് ഇന്ന കള്ളിച്ചെല്ലമ്മ എന്ന് പറയുന്നത് ഇത് കാര്യങ്ങളും കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അതേപോലെ അരനാഴി നേരമാണെങ്കിലും കൊട്ടാരക്കര സാറാണത് അതിലെ ഹീറോ. പക്ഷെ അതിലെല്ലാവരും ഉണ്ട്, സത്യരാജ് സാറുണ്ട്, പ്രേം നസീർ സാറുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനത്തെ ഒരു പേരിട്ടതിലൂടെയോ അല്ലെങ്കിൽ എത്ര സീൻ അയാൾക്ക് കൂടിപ്പോയി എന്നുള്ള കാരണം പറഞ്ഞിട്ടോ എന്നുള്ള ഒരു അസ്വാരസ്യങ്ങളൊന്നും വന്നില്ല. അന്ന് സിനിമ നന്നാവുക, സ്ക്രിപ്റ്റ് നന്നാവുക, ഒരുപാട് നല്ല നല്ല കഥകളെ ആസ്പദമാക്കി ഉള്ള സിനിമകൾ വരിക. അതിപ്പം പോയിട്ട് ഇപ്പം ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നോ കഥ, അതുകൊണ്ടാണ് ഈ കൂടുതലും ഫൈറ്റും കാര്യങ്ങളും അതുകൊണ്ട് നായികയുടെ പ്രാധാന്യം കുറഞ്ഞു പോയത്. അതെ, ഞാനത് ആലോചിക്കുന്നത് അന്നത്തെ കാലത്ത് പറയായിരുന്നു സ്ത്രീകൾക്ക് അത്ര സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് മികച്ച കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അതെ, ഒരു പെണ്ണിന്റെ കഥ ആലോചിച്ച് നോക്കൂ. സ്ത്രീ കഥാപാത്രങ്ങൾ, തുലാഭാരം ശാരദ ചേച്ചി, അയ്യോ അങ്ങനെ എത്രയോ നാഷണൽ അവാർഡ് വരെ ചേച്ചി കിട്ടിയ ഒരു പടമാണത്. പക്ഷേ യുവതലമുറയുടെ ടേസ്റ്റ് മാറുന്നത് കൊണ്ടാണ്, ഓഡിയൻസിനെ കിട്ടാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുമെങ്കിലും കിട്ടുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇടയ്ക്ക്, അല്ലേ? അങ്ങനെ ചില പടങ്ങൾ ഓടുന്നുണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഹീറോ ഓറിയൻറ്റഡ് ഫിലിംസ് വരുന്നത് കൊണ്ട് തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു അഭിനയിച്ച് തകർത്ത് കളയാം എന്നുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാനിതിൻ്റെ ഇടയ്ക്ക് പറയും, എന്തെങ്കിലുമൊക്കെ പണ്ടെനിക്ക് വേഷം വരുമ്പോഴത്തേക്കും എന്താ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് പ്രോപ്പർട്ടി പോലെ, അമ്മ ഞാൻ ഇറങ്ങുകയാണെ ആ മോനെ എപ്പോൾ വരും, രാത്രി ഇത്രയുള്ള മിക്കവാറും വയ്ക്കും, പിന്നെ വരുമ്പോൾ അമ്മ ബാ നീ വല്ലതും കഴിക്കും, ഇങ്ങനതിലൊക്കെ ഒതുങ്ങും അമ്മ. അതുപോലെ പല സ്ത്രീ കഥാപാത്രങ്ങളും അങ്ങനെ. പണ്ടതല്ലല്ലോ, ഇപ്പം ഈവൻ കിരീടം വരെ പോലും തിലകഞ്ചേൻ്റെ ഒക്കെ ഉള്ളപ്പോൾ പൊന്നമ്മ ചേച്ചിയുടെ ഒക്കെ ക്യാരക്ടർ ഉണ്ട്, എല്ലാം സഹിച്ചിങ്ങനെ വീട്ടിലെ അല്ലേ മകനൊരു ഭാഗത്ത് ഭർത്താവ് ഒരു ഭാഗത്ത്. അത് അത്ര ഒരു ശക്തമായ ഒരു രീതിയിലുള്ള എഴുത്തുകൾ ഇപ്പം വളരെ കുറവാണ്.
ഡബ് ചെയ്തിരുന്നല്ലോ അല്ലെ അവളുടെ രാവുകളിൽ അത് സീമയ്ക്ക് മാത്രമല്ല, വേണ്ടിയിട്ട്. അതിന്റെ മുന്നേ actually ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭയദേവ് സാറാണ് സിനിമകളൊക്കെ കറക്റ്റ്. അഭയദേവ് സാറാണ് എനിക്ക് പറഞ്ഞത്. ഞാൻ തെലുങ്ക് ശാരദ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഹേമ ചൗധരി, കനകദുർഗ, പിന്നെ അതുപോലെ കന്നഡയിലെ ഒരു നടി ഉണ്ടായിരുന്നു, എന്തോ അവരുടെ പേര്, കൽപ്പന. ഇവർക്കൊക്കെ ഞാൻ മലയാളത്തിലേക്ക് പടം എടുക്കുമ്പോൾ സാറ് പറയും മല്ലിക നന്നായിട്ട് മലയാളം പറയും, നല്ല ഉച്ചാരണ ശുദ്ധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അതൊരു നല്ല വരുമാനമായിരുന്നു കേട്ടോ. അന്നിപ്പോൾ ഒരു പടം ഫുൾ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് 1000 രൂപ തരിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1,00,000 രൂപയ്ക്ക് സമമല്ലേ. അപ്പോൾ അങ്ങനെ കുറേ പടങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാള പടം വന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് അവളുടെ രാവുകളിൽ സീമ. അപ്പം ഞാനത് ഇന്ന് ഈ അടുത്ത കാലത്ത് ഞാൻ എവിടെയോ ചെന്നപ്പോൾ അവളുടെ രാവുകൾ വന്നപ്പോൾ ചേച്ചിയുടെ ഞങ്ങൾ 5 പ്രാവശ്യം ഞാൻ അത് കണ്ടത് ചേച്ചിയുടെ സൗണ്ട് ആയതുകൊണ്ടല്ല, ആ പടം നിങ്ങൾ 5 അല്ല 50 കാണും അതെനിക്കറിയാം. പക്ഷേ ആ ശബ്ദം എൻ്റേതാണ്. പിന്നെ അത് കഴിഞ്ഞ് സീമയെ അതെ പാവം അടവുകൾ 18 ഒക്കെ ചേച്ചി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സുഖപ്പെട്ടപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം തന്നെ നിർബന്ധിച്ചത് ഇരകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രീവിദ്യ ചെയ്ത റോളിനെ പെട്ടെന്ന് ശ്രീവിദ്യയ്ക്ക് എന്തൊരു തെലുങ്ക് പടം വന്നിട്ട് ഒരു ഡേറ്റ് ക്ലാഷ് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് കറക്റ്റ് ആ സമയത്ത് ചെയ്യണം. അപ്പോഴാണ് വിദ്യയ്ക്കൊരു പ്രയാസം. സൂനെ പോലെ ഒരാൾ അവർ തമ്മിൽ കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ എങ്ങനെയൊക്കെയോ തെലുങ്കിൽ പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒരാഴ്ച വരാം, തീർന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് ഇടയ്ക്ക് ഇവിടെ ഒരു 5 ദിവസം വന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കഷ്ടസുഖം ഒന്നുമില്ല, ആ മര്യാദ അവർ കാണിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ സുഖം പറഞ്ഞാൽ എന്നിട്ട് പിന്നെ വീണ്ടും വിദ്യ തന്നെയായിരുന്നു അന്ന് ആ റോൾ അഭിനയിച്ചത്. സഹസംവിധായികയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. തമ്പിച്ചേട്ടന് തമ്പിച്ചേട്ടൻ്റെ കൂടെ ചെയ്തു. ടൈറ്റിൽ കാർഡ് വരെ ഉണ്ട് ഞങ്ങൾക്ക്. കൈലാസ്നാഥൻ ഞാനുമാണ് സഹസംവിധായകൻ. എനിക്ക് വേണമെങ്കിൽ ഈ ഫെഫ്കയിലൊക്കെ കിട്ടും, 3 പടം മതിയെന്നാണ് പറഞ്ഞത് ആ രണ്ടും. അപ്പോൾ അങ്ങനെ ഞാൻ മദനോത്സവത്തിൽ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് സെറീന ബാബു അഭിനയിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക്. അതുപോലെ കന്യാകുമാരിയിൽ അത് ടൈറ്റിൽ കാർഡിൽ ഇല്ലെങ്കിൽ സേതുമാധവൻ സാറ് പറയാം നിങ്ങളിത് എവിടെ നിന്ന് അത്യാവശ്യം ഹിന്ദി. ഞാൻ സാറ് അത്ര വലിയ ഹിന്ദി ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ അച്ഛനൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നമ്മുടെ പഴയ മേക്കപ്പ് മാൻ ആയിരുന്ന രാമു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു ഹിന്ദി ക്ലാസ് ഉണ്ട്. പക്ഷേ ചുമ്മാ ആയിരിക്കും വെക്കേഷൻ പോയി പഠിച്ചുകൂടെ, നല്ലതാണ് ഒരു ഭാഷയായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ നല്ലതാണ്, അങ്ങനെ വിട്ടതാണ്. അപ്പം അങ്ങനെ ഞാൻ പ്രാഥമികവും മധ്യവും രാഷ്ട്രഭാഷ വരെ പഠിച്ചു. ആ ഒരു ബലത്തിൽ എവിടെങ്കിലും ചെന്ന് ഗ്രാമറൊന്നും നോക്കത്തില്ല, വെച്ചങ്ങ് കീച്ചും ചിലപ്പോൾ ഒത്തു വരും. അങ്ങനെയാണ് ഞാൻ സേതുമാധവൻ സാറിൻ്റെ കന്യാകുമാരിയിലെ കമലഹാസനും റീത്ത ബാദരിയാണ്. അപ്പോൾ സേതുമാധവൻ സാറെ വിളിക്കും, ആ റീത്ത ബാദരിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെയും അതുപോലെ തന്നെ മദനോത്സവത്തിൽ വന്നപ്പോൾ എനിക്ക് ടൈറ്റിൽ കാർഡൊക്കെ വെച്ചിട്ട് ശങ്കരനാഥൻ സാറ് പറഞ്ഞു മല്ലിക സാറേ. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സജി നന്ദ്യാട്ടിൻ്റെ ഒരു പടം അഭിനയിച്ചായിരുന്നു. അവിടെ വെച്ച് കണ്ടപ്പോൾ സറീനോ അയ്യോ എത്ര നാൾ. അന്ന് കമലഹാസൻ്റെ ചെറിയമ്മയായിട്ട് ഞാൻ, രണ്ടാനമ്മയായിട്ട് ഞാനും. അപ്പോൾ അന്ന് ഇതുപോലെ അങ്ങനെയാണ് ഞാൻ ഈ സഹസംവിധായിക എന്നും പറഞ്ഞ് കയറി 2-3 പടം ചെയ്തത്. അങ്ങനെയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്തെ പ്രീ ഡിഗ്രി കാലത്ത് KSU ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. KSU എന്നല്ല, അത് വേറൊരു കഥ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുക ഞാൻ. അപ്പോൾ അവിടെ സാധാരണ ഒരു ഇലക്ഷൻ വരുമ്പോൾ സീനിയേഴ്സിനാണ് ഒരു പ്രയോറിറ്റി. അയ്യോ പാവം ഇക്കൊല്ലം കൂടെ ഉള്ളൂ, ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ഇവിടെ ആണോ വേറെ വല്ലയിടത്താണോ ആർക്കറിയാം. അപ്പോൾ എന്നെ എതിർത്ത് നിൽക്കുന്നത് BA ക്ക് പഠിക്കുന്ന ഒരു ഭരതനാട്യ നർത്തകിയാണ്, റോഷ്നി നായർ. അപ്പോൾ വലിയ നിങ്ങൾ അയ്യോ പാവം നമ്മൾ പ്രീ ഡിഗ്രിക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞങ്ങ് ഇളക്കി. അതൊക്കെ നമുക്ക് തോക്കുന്നതേ അതൊക്കെ ഒരു കോളേജല്ലേ, സ്പോർട്ടീവായിട്ട് എടുക്കണം. ഞാൻ അല്ല തോക്കുന്നുള്ളൂ, എനിക്ക് സങ്കടം ഉണ്ടെന്നല്ല. പക്ഷേ നമ്മളൊരു സീനിയേഴ്സിനെ എതിർത്തൊക്കെ എന്തോ എതിർത്തേക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ കോളേജ് ഗ്രൂപ്പിലുണ്ട് അതിൻ്റെ 90% ആൾക്കാരും. ഞങ്ങളൊരു വലിയ പ്രോപ്പഗാൻഡയൊക്കെ അങ്ങ് തുടങ്ങി, നടന്നങ്ങ് വാചക കസർത്ത. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അടിച്ചു വിട്ടുകൊടുത്തു. ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആകുമ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, അന്ന് പ്രൈം മിനിസ്റ്ററാണ് എല്ലാവരുടെയും സ്വപ്ന നായകൻ നസീർ സാറിനെ കൊണ്ടുവരാൻ പറ്റും. ഞാൻ നസീർ സാറിനെ മാത്രമല്ല ഉർവശി ശാരദയും കൊണ്ടുവരും എന്നൊക്കെ ചുമ്മാ കടിക്കുക. ഉണ്ടായാലൊക്കെ ഞാൻ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ലേ. 1240 ചില്ലവരെ വോട്ട് എനിക്കും എതിർ സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് ഇനിയുള്ള ഒരു 900-ൽ പരം വോട്ടിൻ്റെ കുറവും. പിന്നെ പ്രിൻസിപ്പൽ വിളിപ്പിച്ചു. അതൊരു ജൂയിഷ് ലേഡിയാണ്, എസ്തർ ഹലീഗോ മാഡം വിളിപ്പിച്ചു. ഇതെങ്ങനെ സാധിച്ചു? ഞാൻ നാക്ക് നല്ല ഒരു വർഷം മാഡം ചിരിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും പ്രതീക്ഷിച്ചല്ല മാഡം, ഞങ്ങളെല്ലാവരും കൂടെ ചിലച്ച് തള്ളി. ഓരോരുത്തർക്കും ചെന്ന് ഏതായാലും കൺഗ്രാജുലേഷൻസ് ഇവിടേക്ക് ഒരു സീനിയറിനെ തോപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊന്നും അല്ല പ്രശ്നം, എവിടെ നസീർ സാർ എവിടെ ഉർവശി ശാരദ. അതാണ് ഞാൻ പറഞ്ഞത്, ചേട്ടത്തൊക്കെ ദൈവം പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നില്ലേ. അത് കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ ഭദ്രച്ചിറ്റ, അത് ശാരദ ചേച്ചിയുടെ സ്വന്തം പ്രൊഡക്ഷനാണ്.
മെരിലാൻഡ് ഷൂട്ടിങ്. അപ്പം നസീർ സാറിനെ ചെന്ന് കാണാൻ എനിക്കൊരു മേൽവിലാസമുണ്ട്. കളിത്തോഴൻ എന്ന് പറയുന്ന സിനിമ, മഞ്ഞലയിൽ മുങ്ങി തുറത്തിരുന്ന ജയചന്ദ്രൻ ചേട്ടൻ ആദ്യമായിട്ട് പാടിയ പാട്ടൊക്കെ എൻ്റെ മൂത്ത വലിയച്ഛൻ്റെ മകൻ കർമ്മേന്ദ്രൻ ചേട്ടനാണ് ആ പടത്തിൻ്റെ എല്ലാ സംവിധാനവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പോയി പരിചയപ്പെടാം. രണ്ടും കൽപ്പിച്ചങ്ങ് പോയി ഞാൻ. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് ശാരദ ചേച്ചിയെ ബെലേർ ഹോട്ടലിൽ ഒരു വീട് പോലെ അത് ചെന്ന് കണ്ടേ. അമ്മ ചേച്ചി അത് പിന്നെ രണ്ടാമത് ആദ്യം നസീർ സാറിനെ വിളിച്ചപ്പോൾ ശാരദ ചേച്ചി അവിടെ ഉണ്ട്. സാർ ഞാൻ ഇന്നാരാണ്, പിന്നെ കർമ്മേന്ദ്രൻ ചേട്ടൻ കാര്യം കർമ്മേന്ദ്രൻ്റെ ആരാധക സാറ് ഓർമ്മയില്ലെങ്കിൽ സാർ ഓർമ്മയില്ലെന്ന് ഭാവിക്കത്തില്ല. നസീർ സാറിൻ്റെ രീതി അതാണ്. കർമ്മേന്ദ്രൻ്റെ എന്നൊക്കെ പറഞ്ഞ അമ്മ കർമ്മേന്ദ്രൻ ചേട്ടൻ മൂത്ത കൈനയ്ക്കര ബ്രദർ, ഇളയ ആൾ കൈനയ്ക്കരയുടെ മകളാണ് ഞാൻ. വലിയ ഒരു ചെറിയ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്തേ അപ്പോൾ സാറ് വേറെ ഏതാണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇലക്ഷൻ കയറി നിന്നപ്പോൾ ഒരു ഡീങ്ങിന് അങ്ങ് അടിച്ചു. ആർട്സ് ക്ലബ് ഉദ്ഘാടനം ചെയ്യാൻ നസീർ സാർ കൊണ്ടുവരാമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. എന്നാൽ ജയിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സാർ ഉള്ള കാര്യം സത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ സാറാണ് ആദ്യമായിട്ട് ശാരദ ചേച്ചി ഇത് കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത് വല്ലതും? ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടുവന്ന് കോളേജിൽ ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ ജയിപ്പിക്കാമെന്ന് കയറി ഏറ്റേച്ച് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സാറ് ചിരിച്ചുകൊണ്ടാണ് വർത്താനം പറയുന്നത്. ഞാൻ ചേച്ചി ഞാൻ ചേച്ചിയുടെ ഇവിടെ വെച്ച് പറയുന്നില്ല, ചേച്ചി താമസിക്കുന്നത് ഇന്നയാളുടെ ഹോട്ടലാണ്, എനിക്ക് ഒരു ബന്ധുത്വമുള്ള ആളാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാണിത്? അമ്മ അയ്യോ അതൊരു പ്രശ്നമേ അല്ല സാറ്, എപ്പോൾ പറയുന്നു അപ്പം നടത്തും, സമയവും പ്രശ്നമില്ല, ദിവസവും പ്രശ്നമില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 3 മണിക്കൊക്കെ വെക്കാമോ? ഇല്ല ശാരദ. അപ്പോൾ ആ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 1.5 മണിക്ക് ലഞ്ച് ബ്രേക്ക് വരും, അത് കഴിഞ്ഞ് തുടങ്ങാനൊരു 3-3:30 ആകുമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു അരമണിക്കൂർ അവിടെ അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ബലേറി പോയി. എല്ലാം ഞാൻ അറിഞ്ഞല്ലോ, ഒന്നും വിഷമിക്കേണ്ട ഇത് ഞാൻ പറയില്ല, ചേച്ചിയുടെ പടമല്ലേ, ചേച്ചിയല്ലേ പ്രൊഡ്യൂസർ, ഞാനെന്ത് പ്രൊഡ്യൂസർ, ഞാൻ പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി കഥകളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഏവം വിധേന എൻ്റെ പൊന്നെ ദൈവമേ ഞങ്ങൾ ഡേറ്റ് കുറിച്ചു. 3 മണിക്ക് ആർട്സ് ക്ലബ് ഉദ്ഘാടനം. 2 പേരും വന്നപ്പോൾ ടീച്ചേഴ്സ് വരെ അന്തം വിട്ടു. എവിടെ നിന്നാണ് ഇവരെ പൊക്കിക്കൊണ്ട് വന്നത്? ഞാൻ ഒന്നും ചോദിക്കല്ലേ ടീച്ചറെ, ഇതൊക്കെ സംഭവിച്ചു പോയതാണ്. എങ്ങനെയോ അപ്പം കാണാം അപ്പുറത്തുള്ള ആർട്സ് കോളേജിലെ പിള്ളേർ മുഴുവൻ അതിൻ്റെ മണ്ടയ്ക്ക് ജനപ്രവാഹം. അതായത് പ്രേം നസീർ എന്ന് പറയുന്ന മഹാനടൻ, എല്ലാവരുടെയും മനസ്സിലുള്ള അദ്ദേഹമാണ് അവിടെ വന്നിരിക്കുന്നത്, ശാരദ ചേച്ചി. ഭയങ്കര ജനം. അപ്പോൾ വാതിലടയ്ക്കാൻ പറയുന്നത് പ്രിൻസിപ്പൽ, കോളേജിൻ്റെ 2 എൻട്രൻസും അടയ്ക്കാൻ പറയുന്നു, ഇനി അകത്തേക്ക് വിടരുത്. ആരാണ്ടൊക്കെ കയറി നിൽക്കുക, ആരാന്നൊന്നും ആർക്കും അറിയാൻ വയ്യ. നസീർ സാറിനെ കാണാനും ശാരദ ചേച്ചിയെ കാണാനും. ഏതായാലും സാറ് നല്ലൊരു പ്രസംഗമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ നടന്നു കഴിഞ്ഞപ്പോഴും അപ്പോഴും പ്രിൻസിപ്പൽ വിളിച്ച്, എൻ്റെ മല്ലിയെ തൻ്റെ ഒരു ധൈര്യം ഉണ്ടല്ലോ. അതിന് ശേഷമാണ് അതിനകത്ത് എനിക്ക് ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ എന്നോട് പറഞ്ഞത്, ഞാൻ വിചാരിച്ച് ഇയാൾ വല്ല സിവിൽ സർവീസൊക്കെ എഴുതി വല്ല കളക്ടറൊക്കെ ആവുന്നത്, തൻ്റെ ഒരു അസാമാന്യ സാമർത്ഥ്യം അന്ന് ഞങ്ങൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു ഞാൻ പറയും ഏറ്റവും പോയി ജയിക്കുകയും ചെയ്തു, ഇനി അത് നമുക്ക് മാറ്റാൻ പറ്റൂ. അല്ല അതിന് ഒത്ത പരുവത്തിന് തിരുവനന്തപുരത്ത് വന്നല്ലോ അവർ 2 പേരും കൂടെ, അതാണ് ഞങ്ങളൊക്കെ ആലോചിക്കുന്നതൊക്കെ. ഏതായാലും അങ്ങനെയാണ്. അപ്പം അന്ന് പാർട്ടി ഒന്നും ഇല്ല, ജയിക്കുന്നു, ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. പിറ്റേ ദിവസമായപ്പം ഒരു ബാനർ, ഒറ്റ ബാനറേ ഉള്ളൂ, ഇതുപോലത്തെ ബഹളങ്ങളൊന്നുമില്ല, മുദ്രാവാക്യം വിളിയൊന്നുമില്ല. KSU സ്ഥാനാർത്ഥി മോഹമല്ലിക എന്നാണ് എൻ്റെ ശരിക്കുള്ള കോളേജിൽ പഠിക്കുന്ന പേര്. മോഹമല്ലിക വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെന്തുവാ? അപ്പോൾ അന്ന് എനിക്ക് അത്രയും രാഷ്ട്രീയത്തിൻ്റെ എന്താണ് ഫുൾ ഫോമൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ വിദ്യാർത്ഥികളുടെ സംഘടനയുണ്ട്, കോൺഗ്രസിൻ്റേത് KSU, കമ്മ്യൂണിസ്റ്റുകാർ SFI, ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ അതിന് നമുക്കിവിടെ ടീച്ചർമാരുടെ വഴക്ക് പറയുമോ, അങ്ങനെയൊന്നും ഇവിടെ ഇല്ലല്ലോ. അല്ല അവരെ സ്റ്റുഡൻറ്റ് സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് മാഡം, ഒരൊറ്റ ബാനറേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് KSU സ്ഥാനാർത്ഥി മോഹമല്ലിക വിജയിച്ചു എന്ന് വരുന്നത്. അന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വിദ്യാർത്ഥികൾ തമ്മിൽ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഒരു സംഘടനകളുണ്ടെന്നൊക്കെ ഞാൻ പോലും അറിയാതെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമുണ്ടോ? അല്ല, അങ്ങനെ എനിക്ക് സത്യം പറയാൻ ആദ്യം ഞാൻ വിചാരിച്ചു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം. പക്ഷേ എനിക്ക് ഒരു പേടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു നല്ല ഒരു ഭരണാധികാരി പോലും ചില സമയത്ത് പാർട്ടിക്ക് വിധേയത്വം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണ്ട് പറഞ്ഞാൽ അങ്ങാടി തോറ്റ് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞാൽ തോറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ്റെ നേരെയാണ് ഇപ്പോൾ ആക്രമണം. അദ്ദേഹം ഒറ്റയ്ക്കാണോ ഈ തെറ്റൊക്കെ ചെയ്തത്? ഒരു മന്ത്രിമാരും ഒരു തെറ്റ് ചെയ്തിട്ടില്ലേ? അത് പറയാൻ പാടില്ല. അപ്പോഴേ 50 വർഷം തൊട്ടേ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ 50 വർഷം തൊട്ടേ ചെയ്യുന്ന ആളെന്തിനാണ് ഇപ്പം പറഞ്ഞത് ഇത് ചെയ്തത് ശരിയല്ല, അത് ചെയ്തത് ശരിയല്ലെന്ന്? ഞാൻ ഒരിക്കലും പറയത്തില്ല ശ്രീ പിണറായി വിജയൻ ഇവിടെ ഒരു ചുക്കും ചെയ്തില്ല എന്നൊന്നും.
പിന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൻ മന്ത്രിയായപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോഴും ആയില്ലേ, ഭർത്താവാകുന്നു, ഭാര്യയാവുന്നു, അതൊക്കെയല്ലേ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ. ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തെന്നോ, ഭാര്യയും കൂടെ MP ആയി, മന്ത്രിയായി, MLA. അപ്പോൾ ഇതൊക്കെ ഇത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ചിലതൊക്കെ മോളിൽ നിന്നുള്ള അത് അനുസരിക്കേണ്ടി വരും. അത് ഇവർ കോൺഗ്രസ്സുകാർ ഹൈക്കമാൻഡ് എന്ന് പറയും, മറ്റൊരു പോളിറ്റ് ബ്യൂറോ എന്ന് പറയും, അല്ലേ? ഇതൊക്കെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലോ ഇത് തന്നെയാണ് സിനിമയിലും. സീനിയറായിട്ടുള്ള നടന്മാർ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ. പക്ഷേ അതെന്തും മാത്രം ബാക്കിയുള്ളവരെ ബാധിക്കുന്നെന്ന് പഠിച്ചിട്ടൊന്നും അല്ല ഇത് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെ പറയുന്ന ആരോപണങ്ങളെല്ലാം ഇപ്പുറത്തും സംഭവിച്ചിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ ഒന്നും ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ വെളിയിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഒരുപാട് കാര്യങ്ങൾ, ഇവിടുത്തെ റോഡിൻ്റെ കാര്യമാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും അങ്ങനെ ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടൊക്കെ ഉണ്ട്. മരുമകനും ചെയ്തിട്ടുണ്ട്. മരുമകനായിപ്പോയി എന്നുള്ളത് കൊണ്ട് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് തന്നെയാണ് തന്നിരിക്കുന്നത്. ഒരേ വീട്ടിൽ നിന്ന് 2 പേര് അധികാരത്തിൽ വന്നില്ലേ, ആർക്കും സങ്കടമില്ലേ? ഇപ്പം തന്നെ ഞാൻ പറയുകയും ചെയ്തു, എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയ 2 കാര്യം. ഒന്ന്, ശ്രീ മുരളീധരൻ എന്ന് പറയുന്ന ലീഡറുടെ മകന് ആരോഗ്യം കൊടുത്താണ്. കാരണം അദ്ദേഹം വളരെ കാര്യമായിട്ട് ഈ രംഗത്തിനെക്കുറിച്ച് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് തന്നെ എന്നെ വളരെ മുമ്പേ ഞങ്ങൾ പണ്ട് വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ലീഡറുള്ള കാലം തൊട്ടേ ഞാൻ ആ വീടുമായിട്ട് സഹകരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നി. അപ്പോൾ എനിക്കത് മുഖ്യമന്ത്രിയോട് നന്ദി പറയാനുണ്ട്. കാരണം ആ വകുപ്പ് കൊടുത്താൽ അദ്ദേഹത്തിന് പലതും സാധിക്കും. അദ്ദേഹമായിട്ട് സഹകരിക്കാൻ സന്മനസ്സുള്ള ഒരുപാട് ഡോക്ടർമാരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതൊന്ന്. അല്ല എന്ന് വിചാരിച്ച് മറ്റവർക്ക് ഭരിക്കാൻ അറിയാൻ വയ്യാന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വേറൊരു രീതിയിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യരുത് പ്ലീസ്. അതേ ഉള്ളൂ. അതേപോലെ ധനകാര്യം എനിക്ക് നല്ല വിശ്വാസമുണ്ട് മുഖ്യമന്ത്രി അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയും പ്രാക്ടിക്കൽ നോളജും നല്ലതുപോലെയുള്ള ഒരാളാണ്. ഞാനത് പോകാതെ മുഖ്യമന്ത്രി കയ്യിൽ വെച്ചതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. ഫിനാൻസ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ മഹിളാ മോർച്ച എന്തിനാണ് അത് കാണിച്ചത്? അപ്പോൾ സത്യം ഒരു ഓർഡർ വരുന്നതിന് മുമ്പ് ബസ്സിൽ കയറുന്നതുകൊണ്ട് ടിക്കറ്റ് എടുക്കത്തില്ല എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വിവരമില്ലായ്മയായിട്ടേ അത് സാധാരണക്കാരെ പറയുള്ളൂ. പക്ഷേ വിവരമില്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല, അവരെല്ലാവരും വിവരമുള്ളവരാ. എന്തോ ഒരു സ്പിരിറ്റിൽ ആദ്യം ഞങ്ങളാണ് സമരം ചെയ്തതെന്ന് പറയാൻ വേണ്ടി അങ്ങ് ചെയ്തു പോയതാ. അപ്പൊ ഓർത്തില്ല മന്ത്രി അതെന്തുകൊണ്ട് 15-ാം തീയതി അധികാരം വെച്ചില്ല? അത് ഹൈക്കമാൻഡ് ചോദിക്കണം. ഇവരുടെ കുറ്റമാണോ സത്യപ്രതിജ്ഞ ചെയ്യാത്തത്? പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഒരു പാസേജ് ടു ദി കൺസേൺഡ് അതോറിറ്റീസ് ഫോർ ദ കോമൺ മാൻ. അങ്ങനെ ഒരു സംഭവം തുടങ്ങിയാൽ കൊള്ളാതെ എനിക്കൊരാഗ്രഹമുണ്ട്. സത്യം ഒരു കാര്യത്തിനും ഇപ്പോഴും ഉത്തരം കിട്ടിയില്ല. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യം. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിട്ട് നമുക്ക് ആലോചിച്ചപ്പോൾ മൊത്തത്തിൽ അടിയായി, അതിനകത്ത് പേടിയായി. ഇപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിന് അടിത്തറ പാകിയത് സുഖുവേട്ടനാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതെ, ഞങ്ങൾക്ക് മലയാളികൾക്ക് ക്ഷുഭിത യൗവനത്തിന്റെ പ്രതീകമായിരുന്നു സുകുമാരൻ എന്ന ഹീറോ അല്ലേ? പക്ഷെ താങ്കൾക്ക് അദ്ദേഹം എങ്ങനെയായിരുന്നു? അയ്യോ, ഞാൻ പറയത്തില്ല. ക്ഷുഭിതനായ ഒരു ഹീറോ അല്ല, ഒരിക്കലും പറയത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ എന്താണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ചൂടാവും, ക്ഷുഭിതനായ ഒരു ഹീറോയുടെ ഒരു സങ്കല്പമാണെന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നുണ പറയാനറിയില്ല, സുഖിപ്പിക്കാൻ വർത്താനം പറയാനറിയില്ല. ആരോടാണെങ്കിലും ശരി ഒരു ചോദ്യം ചോദിക്കുമ്പം അതിങ്ങനെയാണ്. അല്ല സാർ, അത് നമ്മളങ്ങനെ പറയുമ്പോൾ അത് അവർക്ക് പോലും തോന്നും. അല്ല, അവരുടെ തോന്നലല്ലോ പ്രശ്നം, എൻ്റെ ഉത്തരവല്ലേ പ്രശ്നം. ഇതാണെന്ന് ചോദിക്കും, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം പറയും. വേറൊരാളത് തെറ്റായി പോയെന്നല്ല. അല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് അത് തെറ്റായി തോന്നാം, പക്ഷേ ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്താൽ. അങ്ങനെ അത് അടിച്ചമർത്തി പറയുന്ന ഒരു ക്യാരക്ടറാണ് സുഖേട്ടൻ. അല്ലെങ്കിൽ ഒരാളുടെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അഭിപ്രായം മാറുക, അല്ലെങ്കിൽ ഉള്ള സത്യാവസ്ഥയിൽ കുറച്ച് പിടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ അതാണല്ലോ നടക്കുന്നത്. ഏതാ അതിൻ്റെ കൂടെ എന്ത് ചെയ്താലും അത് മക്കളോടാണെങ്കിലും അതെ. ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തോട്ട് പോയാൽ അച്ഛന് ദേഷ്യം വരുന്നത് മക്കൾക്കും അറിയാം. അതുകൊണ്ട് അത് അങ്ങനത്തെ പറയുള്ളൂ. അത് സത്യസന്ധമായ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്ഷുഭിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഇമേജാണ് അദ്ദേഹത്തിന്. ഞാൻ സമ്മതിക്കത്തില്ല. ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭർത്താവും അച്ഛനുമാണ് അദ്ദേഹം. നിർമാല്യത്തിൽ വെളിച്ചപ്പാടിന്റെ മകനായിട്ടായിരുന്നു ശ്രീ സുകുമാരന്റെ അരങ്ങേറ്റം. അതിന് ശേഷം ശംഖുപുഷ്പത്തിലെ അഭിനയത്തോടു കൂടിയാണ് മലയാള സിനിമയിൽ ഇടം നേടുന്നത്. ബന്ധനത്തിലെ അഭിനയത്തിന് മികച്ച അഭിനേതാവുമായി. എങ്ങനെയാണ് സുകുമാരൻ എന്ന നടനെ? അല്ല, ശംഖുപുഷ്പം കണ്ടപ്പോൾ ഞാനും പറഞ്ഞിരുന്നു. കാരണം അത് നമ്മുടെ സുരാസോട്ടൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. അദ്ദേഹം ഇന്നില്ല, മരിച്ചുപോയി. അപ്പോൾ ആ പടം ഇതുപോലെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കൊള്ളാമല്ലോ, ഇദ്ദേഹം നന്നായിട്ട്. അന്ന് എനിക്ക് ഇത്ര അങ്ങനത്തെ പരിചയമൊന്നുമില്ല.
അപ്പോൾ സുരാസുവേട്ടൻ എനിക്ക് ഈ പറയുന്നതിനോട് അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങളും ചില ഉപമ പറച്ചിലും ഒക്കെ അത് പിന്നീട് സുവേട്ടനിലൂടെ ഞാൻ ഒരുപാട് കേൾക്കുകയും ചെയ്ത് പലതും എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഞാൻ സുരാസുവേട്ട മറ്റേ ഡോക്ടറായിട്ടൊക്കെ അഭിനയിച്ചു അപ്പം സുരാസുവേട്ടൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്, ആദ്യമായിട്ട് അറിഞ്ഞത്. ടാൻസാനിയയിലെങ്ങാണ്ടൊരു ജോലി കിട്ടി പോകാനിരിക്കുകയായിരുന്നു അവന്. അപ്പം ഞാൻ പറഞ്ഞത് നീ ഇതും കൂടെ അഭിനയിച്ചിട്ടും, അപ്പോൾ പുള്ളിക്ക് സിനിമ കിടപ്പുണ്ട് ഉള്ളിൽ നിർമ്മാല്യം കഴിഞ്ഞപ്പോൾ തൊട്ട്. പക്ഷേ കുറേയൊക്കെ നോക്കി ഒന്നും ശരിയാവുന്നില്ല എന്ന് കഴിഞ്ഞിട്ട് അത് ജോലി കിട്ടി പോകാനൊരുങ്ങുമ്പോഴാണ് ഈ പടം. പക്ഷേ ഇത് കയറി അങ്ങ് കൊളുത്തി പടം. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ ഒരു കാര്യം ചെയ്യും, 2 പടം കൂടെ ഇങ്ങനെ പറഞ്ഞ് അവസാനം പിന്നെ സജീവമായിട്ട് സിനിമയിലേക്ക് തന്നെ വന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നി ഈ പറഞ്ഞതിൻ്റെ തൊട്ട് സുഖേട്ടൻ എന്ന് പറയുന്ന ആളിന് പറ്റിയൊരു വേഷമായിരുന്നു അത്. അങ്ങനെയാണ് ഒരു നടനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. കാരണം ഒരു നടൻ പേരെടുക്കുന്നതൊക്കെ നമുക്ക് ചെയ്യാവുന്ന വേഷങ്ങൾ, നല്ല വേഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമല്ലോ. ആരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യം. അപ്പം ആ ഒരു സ്നേഹമുണ്ടല്ലോ, എനിക്കറിയത്തില്ല സാർ, എനിക്കറിയാവുന്നത്, പക്ഷേ പലർക്കും അറിയാം. തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലെ വലിയ ടെറസ് ഉണ്ടായിരുന്നു, 2ാമത്തെ നിലയുടെ മുകളിൽ. ഒരു സുപ്രഭാതത്തിൽ സുരാസുവേട്ടൻ വീട്ടിൽ വരിക, കോലത്തെ വെളുപ്പം ഞങ്ങളൊക്കെ ഒരു കാപ്പി കുടിച്ചതേ ഉള്ളൂ. വന്നു കഴിഞ്ഞിട്ട് ചേട്ടാ എനിക്ക് താമസിക്കാനൊരു സ്ഥലം വേണം. ഇതിപ്പോൾ ഇത്ര വലിയ വീട് ഇവിടെ എന്താ കാര്യം എന്തുവാ, എനിക്ക് വേണം, ഞാനേ നാട്ടിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാൻ പോവാം. അപ്പോൾ സുവേട്ടൻ വിചാരിച്ച് താമസിക്കാൻ നമ്മളെ വീട്ടിൽ നിന്ന് അതിനെന്താ സുരാസുവേട്ടൻ മുകളിലൊക്കെ ഒരുപാട് മുറികൾ ഇവിടെ ആരിയിരിക്കുന്നത്. അപ്പം അന്ന് മക്കൾ സൈനിക് സ്കൂളിലാണ്, ഞാനും വലിയല്ലേ ഉള്ളൂ, മുകളിലത്തെ മുറിയിലൊന്നും ആരുമില്ല. അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് നീ ഒരു പർണശാല ഉണ്ടാക്കിത്താ അതുപോലെ എന്നുള്ള അർത്ഥത്തിൽ. ആ ടെറസിനകത്ത് എനിക്കാണെങ്കിൽ സത്യം പറയാം അപ്പം ചോദിക്കും എന്തെങ്കിലും. അപ്പോൾ വലിയ തൂണ്, ഒരു പർണശാല പോലെ ചെടിച്ചട്ടിയൊക്കെ കെട്ടിത്തൂക്കിയിട്ട് ഒരു മേശ, കസേര. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ വലിയ മഴ വന്നാൽ ചിലപ്പോൾ അത് മഴ വരുമ്പോൾ നമുക്ക് മറ്റേ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് നമുക്ക് കർട്ടൻ പോലെ ഇടാം എന്നൊക്കെ പറഞ്ഞാൽ സുരാസുവേട്ടൻ മുറിക്കകത്ത് കിടക്കണ്ട, ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുപോലെ ഉണ്ടാക്കിയില്ല മഹർഷിമാരൊക്കെ ഇരിക്കുന്ന പോലെ ഞാൻ കളിയാക്കി അവിടെ ഇരിക്കുക, അവിടെ ഇരുന്ന് എഴുതുക. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത് സുരാസുവേട്ടൻ ശരിയാണ് നല്ലപോലെ മദ്യപിച്ചിരുന്നു അങ്ങനെയൊക്കെ. പക്ഷേ അവിടെ വന്ന ഒരു 10-15 ദിവസം സുവേട്ടൻ ഒറ്റ കാര്യം, ഇവിടെ എഴുതാനാണ് വന്നെങ്കിൽ മദ്യം ഞാൻ അനുവദിക്കില്ല. കാരണം സുവേട്ടനും പുള്ളി എഴുതുന്നത് എന്താണെന്ന് അറിയാൻ കൊള്ളാതുള്ളത്. നല്ല സംസാരമാണ് പുള്ളി സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കും. നമ്മൾ ഇംഗ്ലീഷും പറയും മലയാളവും പറയും. അങ്ങനെ എഴുതി കഴിഞ്ഞൊരു പടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് താഴെ വന്ന് ഞങ്ങൾക്ക് മുറ്റത്തൊരു ചെറിയ പുല്ലൊക്കെ വളർത്തി ചെറിയ ഒരു ഗാർഡൻ പോലുണ്ട്, കസേരയൊക്കെ ഇട്ട് അവിടെ വന്നിട്ട് അന്ന് എഴുതിയ സംഭവങ്ങൾ പറയുക, അതിന് ചില ഉപമകൾ പറയുക. അപ്പോൾ അന്ന് ഈ സുരാസുവേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങൾ വെറുതെ സ്ക്രിബിൾ ചെയ്തവരെ വെറുതെ നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നീട് ഞാനതെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു 3 വാചകം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനുള്ള മാറ്ററുണ്ട്. സത്യം പറയുക, അത്ര ഒരു നമ്മുടെ മനസ്സിൽ തട്ടുന്ന ചില കാര്യങ്ങൾ സുരാസുവേട്ടൻ എഴുതിയിട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വന്ന് താമസിച്ച് കുറേ ആയപ്പോഴത്തേക്കും സുരാസുവേട്ടൻ പറഞ്ഞു എനിക്കെന്ന് നാട്ടിൽ പോകണം, ഞാൻ നിൻ്റെ ഇവിടെ നിൽക്കുന്നത് എന്താണെന്നറിയാം, കുറച്ചൊരു സാമ്പത്തിക ബുദ്ധിമുണ്ട്. അപ്പോൾ സുവേട്ടൻ എന്ന് തൊട്ടാണ് നിങ്ങൾ ഇത്ര വലിയൊരു അഭിമാനിയായിട്ട് സ്റ്റൈലിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് എന്നോട്. ഇവർ വലിയ അടുപ്പമാണ്. അപ്പോൾ പുള്ളി കുറേ വിഷമങ്ങളൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു സുരാസുവേട്ടൻ്റെ വൈഫോട് മുക്കോ അവിടെ എവിടെ കണ്ട് മുക്കത്തെ ആ സൈഡെങ്ങാണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് നാളെ ഒന്ന് വീട്ടിൽ പോകണം. അപ്പോൾ പറഞ്ഞു എന്താ വേണ്ടത്, അങ്ങനെ ഒരുപാടൊന്നും നീ തരണ്ട, എനിക്ക് 500 രൂപ വീശിച്ചു കൊണ്ട ചോദിച്ചു. ഇതിനാണോ ഇത്രയും വളച്ചൊടിച്ച് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു മാതിരി കാവ്യ വസ്ത്രമൊക്കെ, ഒരു സഞ്ചിയാണ് തോളത്ത്, 2-3 ജോഡി ഡ്രസ്സുണ്ട്, പിന്നെ ഒരു സഞ്ചി പോലൊരു സാധനമുണ്ട്, പുള്ളിയുടെ പുസ്തകമോ പേനയോ അതൊക്കെ ആയിരിക്കും ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ സുവേട്ടൻ 1000 രൂപ വെച്ച് കൊടുത്തു, കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി. ഇനി അവിടെ എൻ്റെ സത്യം പറയാൻ എനിക്ക് മറക്കാനൊക്കാത്തൊരു യാത്രയായിരുന്നു. മോളെ ചേട്ടൻ പോയിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഭഗവാനെ പിന്നെ കേൾക്കുന്നത് എവിടെ കണ്ട് മരിച്ചു കിടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലോ അങ്ങനെ. അപ്പോൾ 2 ദിവസം സുവേട്ടന് വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇതുപോലെ ഞാൻ കണ്ടിട്ടേ ഇല്ല സുവേട്ടൻ ഇത്രയൊരു ഷോക്ക്ഡ് ആവുന്നത്. അതെനിക്ക് തോന്നുന്ന അവിടെ താമസിച്ചൊരു 10-20 ദിവസം അവിടെ താമസവും പിന്നെ പോയപ്പോൾ എനിക്കൊരു മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടോ, ഞാൻ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് വെച്ച് വരാം എന്നൊക്കെ പറഞ്ഞ് പോയ ആളാണ്. വീട്ടിൽ താമസിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ നാളിത് ഞങ്ങൾ പൊളിച്ച് മാറ്റിയില്ല, അതങ്ങനെ തന്നെ അവിടെ ഇത്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു എനിക്കും ഇത് കാണുമ്പോൾ മനസ്സിന് ടെൻഷൻ സുഖമായിട്ടാ, നമുക്ക് എവിടെയെങ്കിലും അത് അഴിച്ചു വെക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ടാന്നൊക്കെ ഉള്ളൊരു മട്ടിൽ അത് പിന്നീട് അത് അഴിച്ചു മാറ്റി. അങ്ങനെ 10-20 ദിവസത്തോളം ആ പർണശാലയ്ക്കകത്തായിരുന്നു ഭരിക്കുന്നതിനും അദ്ദേഹം താമസിച്ചിട്ട് പോയത്. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. രാവിലെ പേപ്പറിലാണ് അറിയുന്നത് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ സുരാസ് സുവേട്ടൻ പറയുകയും ചെയ്തു. അപ്പോൾ ആരാണ്ട് പറഞ്ഞു മദ്യപിച്ചിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്നിടം വരെ ഒരു 2 ആഴ്ച അദ്ദേഹം മദ്യം തൊട്ടിട്ടില്ല.
എന്താണെന്ന് ഇപ്പോഴും ഒരു പിടിയില്ല എനിക്ക് അതിനെക്കുറിച്ച്. ഈ 80കളുടെ തുടക്കകാലത്ത് ജയൻ, സോമൻ, സുകുമാരൻ സൂപ്പർ സ്റ്റാർ ത്രയത്തിന്റെ കാലമായിരുന്നല്ലോ. ആ സമയത്താണ് കോളിളക്കം സിനിമ വരുന്നതും ജയൻ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നതും. ആ സംഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഏറെ വിവാദങ്ങളും ഉണ്ടായിരുന്നു. ഇവർ മൂന്നുപേരും വലിയ കൂട്ടുകാരാണ്. ശരിക്കും പറഞ്ഞാൽ ജയനെ ഉള്ള കൂട്ടത്തിൽ കാണുന്നത്. സോമേട്ടനെ ആ തിരുവല്ല വഴി പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും എനിക്ക് സുരാശേച്ചിയുടെ മുമ്പിൽ പാലൊരു ചമ്മല. പാതിരാത്രി 12 മണിക്ക് ഇത് വിളിച്ചു വളർത്തും സുഖേട്ടൻ. വിളിച്ച് പറയും ഞാൻ അതുവഴി വരുന്നുണ്ടേ, പീരുമായിട്ട് ഇത് വരിക. ഞാനത് 12 മണിക്ക് എന്താ വെച്ച് അയ്യോ എൻ്റെ സുജാത എനിക്ക് വിശക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ തിന്ന. അപ്പം ഞാനവിടെ എന്തോ സുഖമായിട്ടാണ് പണി 12 അടിക്കാൻ പോകുന്നത്, 11:15 ഭക്ഷണം കഴിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടും കൂടി സെറ്റാണ്. അത്ര അടുപ്പമാണ് സുഖേട്ടൻ. അത്രയൊരു സ്വാതന്ത്ര്യമായിരുന്നു സോമേട്ടൻ. അതാണ് ഞാൻ എപ്പോഴും വിചാരിക്കും, സുഖേട്ടനും സോമേട്ടനും വരുന്നതും 6 മാസം ഡിഫറൻസിൽ, ഇവർ പോകുന്നതും 6 മാസം ഡിഫറൻസിലാണ്. എപ്പോഴും അത് പറയാം. അതുപോലെ ആയിരുന്നു ജയ. എപ്പോൾ ഞാനും സുഖേട്ടനും കൂടെ സെറ്റിൽ അവിടെ എവിടെ കാണുന്നുണ്ടെങ്കിൽ ജയൻ കയറി വരും. ഇന്ദ്രനെ കാണാനായിട്ട് 82 ദിവസമായപ്പോൾ സുഖേട്ടൻ പറഞ്ഞ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇതേപോലെ തമ്പിച്ചേൻ്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇവിടെ തേക്കടയിൽ ആരണ്യ നിവാസി ഞങ്ങൾ താമസം. അപ്പോൾ ജയനുണ്ട് അപ്പുറത്ത്. അപ്പോൾ വരുന്നു, കാണാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും നല്ല സ്മാർട്ടായിട്ട് ഡ്രസ്സ് ചെയ്തേ വരത്തുള്ളല്ലോ, നല്ല രസമായിട്ട് ടക്കിങ് ചെയ്തൊക്കെ. അപ്പോൾ വന്ന് ഇന്ദ്രനെ അങ്ങോട്ട് എടുത്തു. മോനെ എന്ന് പറഞ്ഞെടുത്തപ്പോൾ ഇവർ 2 മൂത്രം ഒഴിച്ചു. പിന്നെ സുഖേട്ടൻ കളിയാക്കി, അപ്പുറത്തെ പോയത് ഇപ്പുറത്തോട്ട് വരുന്നത് ഇത്രയും വേണമായിരുന്നോ നല്ല ഡ്രസ്സ് എൻ്റെ പൊന്നങ്ങളെ അവന് പോലും തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ജയൻ, അല്ലടാ സ്നേഹമുള്ളവൻ്റെ ദേഹത്തെ എടുക്കുമ്പോൾ മൂത്രം ഒഴിക്കത്തുള്ളൂ, നീയൊക്കെ എടുക്കുമ്പോൾ ഒരു പെട്ടെന്നൊന്നും മൂത്രം ഒഴിക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ തമാശകളൊക്കെ പറഞ്ഞു. അയ്യോ എനിക്കതൊക്കെ കൊണ്ടാണ്. അതുപോലെ ചാകര ഷൂട്ടിംഗ് സമയത്താണ് ഇവർ കോളിളക്കത്തിൻ്റെ ക്ലൈമാക്സിന് ഒന്നിച്ചാണ് പോകുന്നത്. ജയൻ വിളിച്ചിട്ട് സുഖേട്ടൻ ഇവിടെ തൃശ്ശൂർ ചാകര, പുള്ളിക്കാരനെ പീരുമേട്ടിലെന്തോ അറിയപ്പെടാത്ത രഹസ്യം, അങ്ങനെ ഏതോ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങാണ്. ഞാൻ കയറുന്ന ട്രെയിനിൽ നീ തൃശ്ശൂരിൽ നിന്ന് കയറണം, ഞാൻ കോട്ടയത്ത് നിന്ന് കയറും, നീ തൃശ്ശൂരിൽ നിന്ന് കയറണം എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടെ ഒക്കെ ബുക്ക് ചെയ്തു പോകുന്നു. പിറ്റേ ദിവസം കോളിളക്കത്തിൻ്റെ ആ ഹെലികോപ്റ്റർ സീനാണ്. സത്യം പറഞ്ഞാൽ ജയനാണ് സുഖേട്ടനെ രക്ഷപ്പെടുത്തുന്നത് പോലും, അല്ലെങ്കിൽ സുഖേട്ടൻ അതിൻ്റെ കീഴിൽ നിൽക്കുക. ആദ്യം അങ്ങനെ ആയിരുന്നു. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പിടിച്ചു തൂങ്ങുമ്പോൾ സുഖേട്ടൻ ബൈക്കിൽ അവിടെ നിൽക്കുകയാണ്. ജയൻ പറഞ്ഞു, ഇത് അബദ്ധമാണ്, ഈ ഹെലികോപ്റ്റർ ഒന്നും പറയാനൊക്കെ തന്നെ, ഈ ബാലൻസിങ്ങിൻ്റെയൊക്കെ കാര്യമേ. അപ്പം ഞാനിതിൽ നല്ലോണം പിടിച്ചു എന്ന് എനിക്ക് ബോധ്യമുള്ളപ്പോൾ ഞാനിങ്ങനെ ഒച്ചത്തിൽ വിളിക്കാം, അപ്പം നീ ഈ ബൈക്ക് വിട്ട് മുമ്പോട്ടങ്ങ് പൊക്കോണം, അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ജയൻ പറഞ്ഞതുകൊണ്ടാണ് സുഖേട്ടൻ പിടിച്ച് എന്നുള്ള മൂളലേക്ക് നേരെ ഒരു എന്താ പറയുക, ഒരു 10-20 സെക്കൻഡ് മുമ്പിലോട്ട് പോയപ്പോൾ ഒരു ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ഹെലികോപ്റ്റർ തീ പിടിച്ച് താഴെ വീഴുന്ന സുഖേട്ടൻ കാണുന്നത്. അപ്പോഴും ജയൻ അതിൻ്റെ അടിയിലുണ്ടെന്നുള്ള ചിന്ത പോയില്ല. പക്ഷേ വന്നപ്പോൾ അകത്തിരുന്ന ബാലകേതാരി ഏട്ടനും ഒന്നും അങ്ങനെയൊന്നും, കാരണം പുള്ളിക്കാരി നേരെ പിടിച്ച് തൂങ്ങിയൊക്കെ നിൽക്കുകയായിരുന്നു. എന്തൊക്കെ ചെറിയ ചില്ലറ പരിക്കുകൾ പറ്റിയതല്ലാതെ ജയൻ്റെ പുറത്തോട്ട് വീണു എന്നുള്ളതാണ്. ആ ചിറകോ ഏതാണ്ടൊക്കെ കൂടെ അതിൻ്റെ പ്രോപ്പർ എല്ലാം കൂടെ വന്ന് അടിച്ച്. അപ്പോൾ സുഖേട്ടൻ പറയുന്നത്, എൻ്റെ കണ്ണിലുള്ള ഏക സീൻ ജയൻ എന്ന് പറയുന്ന ആരോഗ്യം ഇത്ര കണ്ട് ശ്രദ്ധിക്കുന്ന ഒരു നടൻ ഇങ്ങനെ എഴുന്നേറ്റ് എല്ലാവരും കൂടെ പിടിച്ച് പൊക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നപോലെ ബ്ലഡ് വരിക. അപ്പോൾ പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്കൊരു പേടി. പെട്ടെന്ന് ഇവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എൻ്റെ മുഖം അങ്ങ് വീങ്ങി. അത് ഈ തലയ്ക്ക് അടി കിട്ടുമ്പോൾ ഉള്ളതായിരിക്കാം. എൻ്റെ ദൈവമേ. അപ്പോൾ ഈ തൃശ്ശൂർ വന്നിട്ട് ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിന് പോകുന്ന എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, ജനുവരിയിൽ എൻ്റെ കല്യാണമാണ് കേട്ടോ സഹോദരി ഒക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് പോകുന്ന ആളാണ് മല്ലികയെ. ഞാൻ വിളിക്കാം, എല്ലാ കാര്യങ്ങളൊക്കെ സൂവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വിടാം ജനുവരിയിൽ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഒക്കെ സന്തോഷിച്ച് അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞ വാചകം അതാണ്. അന്ന് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു? അപ്പം അന്ന് അതത്ര വലിയ സംഭവമായിട്ട് പറഞ്ഞില്ല. പക്ഷെ പിന്നീടാണ് ഇതൊക്കെ വെറുതെ പറയണം, ഒന്നുമില്ല, എല്ലാ ക്യാമറയും അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം. അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ എന്താണ് തോന്നിയിട്ടുള്ളത്? അല്ല, സുവർണ്ണനെ പോലൊക്കെ ഉള്ളവർ വില്ലനായിട്ട്, ഹീറോ ആയിട്ട്, ഈ പറഞ്ഞതിൻ്റെ വിട്ട് ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹീറോയിൽ തന്നെ ചില ക്യാരക്ടർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓഗസ്റ്റ് 1 എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തിരും. അതിനകത്തെ ചില സീനുകൾ ഇപ്പോൾ എടുത്തിടുന്നുണ്ട് റീലായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് ബന്ധനമൊക്കെ കുറച്ച് സീൻ, അത് വാസുവേട്ടൻ്റെ സ്ക്രിപ്റ്റ് ആകുമ്പം അത് വേറൊരു ലെവലിലുള്ള പടങ്ങളാണല്ലോ. ഈ പറഞ്ഞതിൻ്റെ വിട്ട് വീടും അതിൻ്റെ ബന്ധങ്ങൾ കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് വാരിക്കുഴി, അത് സുവേട്ടൻ അഭിനയിച്ച വാസുവേട്ടൻ്റെ
ഡയറക്റ്റ് ചെയ്ത ഒരു 5-6 പടത്തിൽ എല്ലാത്തിനും സുഖേട്ടനാ ഹീറോ, മിക്ക പടങ്ങളിലും. അങ്ങനത്തെ കുറേ പടങ്ങളുണ്ട്. ഇപ്പോൾ അതുപോലെ മമ്മൂട്ടിയുമായിട്ട് കുറച്ച് നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. IB ശശി കോമ്പിനേഷനകത്തുള്ളത് അങ്ങാടി, പിന്നെന്താ ആവനാഴി അല്ലേ, അതൊക്കെ ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന ക്യാരക്ടർ എന്നുള്ളതിലുപരിയായിട്ട് അവർക്കൊക്കെ ഒരുപാട് നല്ല വ്യത്യസ്തമായ കഥാപാത്രം. ചേട്ടൻ്റെ പടങ്ങൾ മാത്രമല്ല, അല്ലാതെ തന്നെ അവരൊക്കെ ആയിട്ടുള്ളൊരു സൗഹൃദം എങ്ങനെയായിരുന്നു? അയ്യോ, സുഹേട്ടനുമായിട്ട് വലിയൊരു ഗുരുസ്ഥാനീയനായിരുന്നു സുഹേട്ടൻ. എപ്പോഴും മദ്രാസിൽ നിന്ന് കോഴിക്കോട് വന്ന് കാണാൻ പറ്റാറില്ല, പക്ഷേ എപ്പോഴും ഫോൺ ചെയ്യും. ഫോണിൽ കൂടെ എല്ലാം സംസാരിക്കും. അപ്പോൾ എനിക്ക് അപ്പോൾ ചിലപ്പോൾ പറയും അത് കണ്ടില്ല, അതെനിക്ക് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു കുടുംബത്തിൽ. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അച്ഛനും അമ്മയും തിളങ്ങിയ സിനിമാ ലോകത്തേക്ക് മക്കളും കടന്നു വരുന്നു. അതെ, ഇന്ദ്രജിത്ത് സുകുമാരൻ, പൃഥ്വിരാജ് സുകുമാരൻ രണ്ടുപേരും അവരുടേതായ രീതിയിൽ സിനിമയിൽ അവരെ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അഭിനയത്തെ എങ്ങനെ കാണുന്നു രണ്ടുപേരുടെയും? എനിക്ക് അതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇന്ദ്രൻ വന്നതേ എല്ലാത്തരം വേഷം ചെയ്തിട്ടാണ്. വില്ലൻ ചെയ്തു, കോമഡി ചെയ്തു, മറ്റേ ഹീറോ ആയിട്ട് ചെയ്തു. രാജു വന്നപ്പോഴേ ഹീറോയാ. അപ്പോൾ ഒരു ഹീറോ കൺസെപ്റ്റ് പെട്ടെന്ന് പിടിച്ചെടുത്തത് രാജുവാണ്. ഇന്ദ്രൻ ഈ പറഞ്ഞ കോമഡി ചെയ്യുന്നത് കണ്ടത് ലാൽ ജോസിൻ്റെ ക്ലാസ്മേറ്റ്സിലാണ്. അത് കഴിഞ്ഞപ്പോൾ ഈ അമർ ആൻ്റണിയൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ എത്രയോ പേര് എന്തുവാ ചേച്ചി, എന്നാൽ പിന്നെ നാളെ നമുക്ക് വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ആ ഡയലോഗിലൂടെ. അപ്പോൾ അത് ഇന്ദ്രന് കോമഡിയും അതും ഇതും എല്ലാം ചെയ്യും. രാജു കോമഡി റോൾ അധികം ചെയ്യാത്തതുകൊണ്ട് രാജു ഒരു നല്ല കോമഡി. പക്ഷെ അത് കഴിഞ്ഞ് അമർ അക്ബർ ആൻ്റണി പറഞ്ഞു മോശമല്ല കേട്ടോ, രണ്ടുപേർക്കും അത്യാവശ്യം രണ്ടും വഴങ്ങും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഒരു വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് നോക്കിയാൽ കുറേ കൂടെ ഇന്ദ്രനാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇവനെ വിളിക്കുന്നതൊക്കെ ഹീറോ ആയിട്ട് അഭിനയിക്കാനാണ്. മറ്റവന് ക്യാരക്ടർ റോൾ ചെയ്യും, അതും ചെയ്യും, ഇതും ചെയ്യും, എല്ലാത്തിനും വിളിക്കും. നല്ല വേഷമാണ് ആകുമ്പോൾ ചെയ്യുകയും ചെയ്യും. തുടക്കകാലത്തെ ഒരു അഭിമുഖത്തിൽ പൃഥ്വി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാള സിനിമയെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഒപ്പം തന്നെ അതിനോട് ചേർത്ത് പറഞ്ഞിരുന്നു, പിന്നെ മലയാള സിനിമയുടെ അംബാസഡർ ആവാനാണ് കൂടിയാണ് എനിക്ക് ആഗ്രഹം. അന്ന് അദ്ദേഹം പറഞ്ഞെടുത്ത് അദ്ദേഹം ഏകദേശം ഇന്ന് എത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അവന് സത്യസന്ധമായിട്ട് മറ്റൊരാളിനോടൊരു പകയോ അവരുടെ വളർച്ചയിൽ ഒരു അസൂയോ ഒന്നും തോന്നാതെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. അത് യാതൊരു സംശയവുമില്ല. അവൻ്റെ പാഷൻ എന്ന് പറയുന്നത് സിനിമയായിപ്പോൾ. അവന് അതിനു വേണ്ടി ഒരു കാര്യം ആരെങ്കിലും ഏൽപ്പിച്ചാൽ 100% അവൻ ആത്മാർത്ഥമായിട്ട് അതിലങ്ങ് മുങ്ങിക്കിടക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ രാജുവിനെ സംബന്ധിച്ചൊരു പാൻ ഇന്ത്യൻ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ സിനിമയിൽ വന്ന പുതിയ പേരുകളാണ്. പക്ഷേ രാജുവിനെ ഒരു വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സിനിമാ വിഭാഗം എല്ലാ ഭാഷയിലും ഉണ്ട്. അതെനിക്കറിയാം, കാരണം ഞാനാണ് അത് കേൾക്കുന്നത്. ഏതായാലും അന്ന് അവൻ പറഞ്ഞ അതാണ്, മലയാള സിനിമയുടെ ഒരു അംബാസിഡർ എന്നുള്ളൊരു വാക്കെന്ന് പറയാൻ കഴിയും. മലയാള സിനിമ എന്നിലൂടെ കുറച്ചെങ്കിലും അറിയപ്പെടണം വെളിനാടുകളിൽ എന്നുള്ളതാണ് അവൻ ഉദ്ദേശിച്ചത്. അത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ എൻ്റെ മോനെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളതാണ് സത്യാവസ്ഥ. 53 വർഷമായി സിനിമയിൽ നിൽക്കുന്നു. ഇപ്പം പ്രകമ്പനത്തിൽ വരെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു വേഷമൊക്കെ ചെയ്തു. അന്നത്തെയും ഇപ്പം ഇന്ന് ഈ പുതിയ തലമുറയുടെ കൂടെ അഭിനയിക്കുമ്പോഴും ഉള്ള അല്ലെങ്കിൽ ആ ഒരു സെറ്റ് സാഹചര്യം എങ്ങനെ? ഇപ്പോഴത്തെ പുതിയ പിള്ളേർ ദോഷം പറയുന്നത് ആൺകുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരുള്ളവർ. ഞാനിപ്പോൾ വ്യസനസമേത ബന്ധുമിത്രാദികളിൽ നമ്മുടെ അസീസ് തൊട്ടുള്ളവരുടെ കൂടെ ഒക്കെ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പ്രകമ്പനം വന്നപ്പോൾ സാഗർ സൂര്യ, ഗണപതി, അങ്ങനെ നമ്മുടെ അമീൻ, എന്താണ് അയ്യോ ദൈവമേ എന്തൊരു ഭംഗിയായിട്ട് അവരൊക്കെ അഭിനയിക്കുന്നത്. കാരണം അവർക്കൊക്കെ ഒരു സംഭവം കൈ കിട്ടിയാൽ കുറച്ച് കയ്യിൽ നിന്നും കൂടെ ഒക്കെ ഇട്ട് പഴയ ഒരു അടൂർ ഭാസി സ്റ്റൈലുണ്ടല്ലോ. അടൂർ ഭാസി സാർ സെറ്റിൽ സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ടേക്കിൽ ചില സംഭവങ്ങൾ ചെയ്യും. നമ്മൾ ഞെട്ടിപ്പോയി ഇതെപ്പോഴായിരുന്നു എന്ന് പറയുന്ന ഒരു ഇംപ്രവൈസ് ചെയ്ത് ചെയ്യാനൊക്കെ നല്ല മിടുക്കന്മാർ കുട്ടികളാണ്. അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും അതിൻ്റെ കൂടെയുള്ള യാത്രയാണല്ലോ. അപ്പം എങ്ങനെയാണ് ഒരു അന്നത്തെ ഇന്നത്തെ സിനിമയെ? ഇന്നത്തെ സിനിമ ഒപ്പം യാത്ര ചെയ്യാൻ പാടാ. അന്നത്തെ സിനിമയ്ക്ക് നമ്മൾ ഒരു കുടുംബത്തിലെ അംഗം പോലെ നമ്മൾ ഒപ്പം യാത്ര ചെയ്യും. ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ പല കാരണങ്ങളും ഉണ്ട്. ചിലപ്പോൾ ചില ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താണാവോ തോന്നുന്നുണ്ട്. കാരണം അത് ഇപ്പോഴാണ് ഈ ചിലരുടെ ഇഷ്ടങ്ങൾക്കൊരു പ്രാധാന്യം കൊടുത്തു തുടങ്ങുന്നത്. അതായത് ഡയറക്ഷനായാലും ഡിസ്ട്രിബ്യൂഷനായാലും തിയേറ്ററായാലും കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളായാലും പറയാറുണ്ട്. അത് മഹാ തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ആ ഒരു ഇന്ന പോലെ ആ നായികയാണെങ്കിൽ അതിൻ്റെ ഒരു കെമിസ്ട്രി അങ്ങനെ പറയുന്ന ഒരു സമ്പ്രദായം. പണ്ട് നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോഴായിരുന്നു ആരാണ് നായകൻ, ആരാണ് സാറിൻ്റെ നായിക എന്നൊക്കെ ചിലപ്പോൾ അവർ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടാവുന്നല്ലാതെ അത് പ്രൊഡ്യൂസറുടെ തീരുമാനമാണ്. അതിനപ്പുറത്തേക്കൊരു തീരുമാനം ഒന്നും നടക്കത്തില്ല. അതാണ് അതിനകത്തെ സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ 2 ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ചെറുപ്പക്കാരൊക്കെ വേറെ ഇരിക്കും,
നമ്മളെപ്പോലുള്ളവർ അമ്മമാർ വേറെ ആയിരിക്കും. അതും തെറ്റെന്നല്ല, നമുക്കത് ആ സൗകര്യവും സന്തോഷവും. അപ്പോൾ അത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സീൻ അഭിനയിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നേരെ സെറ്റിൽ വരിക. ചിലർക്ക് പ്രോംപ്റ്റിങ് കൂടിയേ തീരൂ. ഞങ്ങളൊക്കെ പ്രോംപ്റ്റിങ് ഇല്ലാത്ത കാലത്ത് അഭിനയിച്ചവരാ. ഒരു 3-4 വാചകമേ ഉള്ളെങ്കിൽ അതൊന്ന് വായിച്ച് കാണാതെ പിടിക്കുക. ഇപ്പോൾ അവിടെ എന്നുള്ളത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഉള്ളിലുള്ളത് കൊണ്ട് അങ്ങനെ കലകലകലകലന്ന് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊക്കെ അതൊരു ചെറിയ ഡിസ്റ്റർബൻസാണ് സത്യം പറഞ്ഞാൽ. പിന്നെ വലിയ പേജ് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ പ്രോംപ്റ്റ് ഇടയ്ക്കൊന്ന് പറഞ്ഞ് തുടങ്ങി തരണം എന്നൊക്കെ നമ്മൾ പറയും. അത് പോയിട്ട് ഇപ്പോൾ സീൻ വായനയില്ല. ഞാൻ തമാശ പറയല്ല, അല്ല ഈ വലിയ നായികമാരൊക്കെ ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പം മഞ്ജുവിനെ പോലൊക്കെ ഉള്ളവർ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് നേരത്തെ വായിച്ച ഒരു പ്രിപ്പറേഷൻ അത് ഞാൻ കാണാറില്ല. സിനിമയിലും കണ്ടിട്ടില്ല, സീരിയലിലും കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഈ ഒപ്പം നടക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഒരു സപ്പോർട്ടാണ്. അത് അവരും ഓൾറെഡി എല്ലാം തറവായിട്ട് നിൽക്കുകയാണെന്ന് കണ്ടാൽ നമുക്കത് ടകടകയെന്ന് നമുക്ക് കയ്യിൽ നിന്നിട്ടുമൊക്കെ അങ്ങ് അഭിനയിച്ച് തീർക്കാം. ഇത് അവിടെ ചിലപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞാൽ ഉടക്കുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ സീരിയലുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ വല്ലാതെ ഇപ്പം വിമർശിക്കപ്പെടുന്നു. ഞാൻ തന്നെ നേരിട്ട് അതിൻ്റെ സംവിധായകരോട് പറഞ്ഞു, ചിലരൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് പൂവും വെച്ച് സാരി ഇവിടെ ഇങ്ങനെ പിന്നുകുത്തി കരകാമ്പരമൊക്കെ വെച്ച് ഏത് പെണ്ണാണ് കേരളത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? അതിപ്പോൾ അവരെ കുറ്റമിട്ട് കാര്യമില്ല. അവർ വല്ല തെലുങ്കോ തമിഴിതോ ഒക്കെ വരുന്നവരായിരിക്കും. പിന്നെ ചില കഥകളിനകത്ത് എപ്പോൾ നോക്കിയാലും അമ്മായിയമ്മയെ വിഷം കൊടുത്ത് കൊല്ലുക, മരുമോളെ ആരെങ്കിലും വെച്ച് കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുക, ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ടാവാം. പക്ഷേ ഇതൊന്നും അല്ല സീരിയൽ ചെയ്യേണ്ടത്. സീരിയലും സിനിമയായാലും ശരി, ഇതൊക്കെ തെറ്റാണെന്ന് പറയുന്ന രീതിയിലുള്ള അത് സീരിയലിലാണ് എളുപ്പം. സിനിമയിൽ ചിലപ്പോൾ ഏതെങ്കിലും കഥയെ ബേസ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കാണിക്കാനൊക്കത്തില്ല. സീരിയലിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു നല്ല സന്ദേശം കൊടുക്കുന്നതൊക്കെ എടുക്കാൻ തീർച്ചയായിട്ടും പറ്റും. അത് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ സംവിധായകരോട് പറയാനുള്ള ഒരു ചെറിയ അപേക്ഷ. എല്ലാവരും കഴിവുള്ള ചെറുപ്പക്കാരാണ് സംവിധായകരെല്ലാം, അഭിനയിക്കുന്നവരും അതെ. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് നല്ല സബ്ജക്റ്റുകൾ? ഇപ്പം തൊഴിൽ മേഖല ഏതായിരുന്നാലും അവിടെ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് പകയും പിന്നെ അതേപോലെ പാരവെപ്പും ഒക്കെ സാധാരണ സിനിമയും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ അടുത്ത് കണ്ടു പക തീർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സഹപ്രവർത്തകയെ വരെ ക്രൂരമായൊരു പീഡനത്തിലേക്ക് നയിച്ചൊരു സംഭവം വരെ നമ്മൾ കണ്ടു. നമുക്കുള്ള സംശയം ഇതാരാണ് ചെയ്തത്, അതിനെന്തുകൊണ്ടാണ്? ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് കേരളത്തിൽ ഇവിടുന്നൊക്കെ തള്ളിയൊക്കെ വിട്ടെന്നോ എന്തൊക്കെയോ പറയുന്നത് ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ എല്ലാ ജഡ്ജിമാരായാലും ശരി, വക്കീലന്മാരായാലും ശരി, ഇവർക്കൊരു സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ ഇത് എൻറോൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിലൊക്കെ വല്ലപ്പോഴൊക്കെ രാത്രി ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ആലോചിക്കണം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതല്ലേ. നാളെ ഇത് ഏത് വിധത്തിലാണ് അവനവൻ്റെ കുടുംബത്തിൽ തിരിച്ചടിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ സത്യം എന്താണോ, ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആര് ചെയ്യിച്ചതാണോ അതോ അവന് സ്വയം തോന്നി ചെയ്തതാണോ, നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന നടൻ ചെയ്തത്. പക്ഷെ ആ നടൻ ഉൾപ്പെടെയുള്ളവർക്കൊരു ഒരു കടപ്പാടില്ലേ, ഒരു കടമയില്ലേ? കൂടെ വർക്ക് ചെയ്ത ഒരാളിനെ ഇത്രയും ഒരു മോശമായ രീതിയിൽ ഉപദ്രവിക്കുമ്പോൾ ഉപദ്രവിച്ചു എന്നൊക്കെ ഉള്ളത് സത്യമാണ്. അത് നേരിട്ട് പോയി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കണ്ടവരും ഉണ്ട്. സഹിക്കാൻ വയ്യ. കാരണം അച്ഛൻ മരിച്ച് 10-11 മാസമുള്ള ആ കുട്ടിയുടെ ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇപ്പം എൻ്റെ മകൾക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ, അല്ലെങ്കിൽ നാളെ ഇതുപോലെ തന്നെ ഇതിലുള്ള ഏത് നടൻ്റെയോ നടിയുടെയോ ഒരു മകൾക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ സഹിക്കുമോ അവർ? നിശ്ചലമായിട്ട് ആ അമ്മയെ അടുത്തിരിക്കുക. എന്ത് പറയാനാ അവർ? അപ്പോൾ ഇത് ചെയ്തത് ആരാന്ന് പറഞ്ഞു തന്നാൽ മതി. ശരി, എല്ലാവരെയും വെറുതെ വിട്ട ജഡ്ജി എന്ന് പറഞ്ഞു തന്നാൽ മതി. ഇതാണ് സംഭവം, ഇതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട്, ഞാൻ നോക്കിയപ്പോൾ അത് പോരാ, അത് ശരി, ഓക്കെ. അതിന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയത്തില്ലേ? എനിക്കതാ മനസ്സിലാവാത്തത്. ഓരോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു സംഭവം നടന്നാൽ 3-2 പിടിക്കുന്നു കുറ്റവാളിയെ. 2017 നടന്ന സംഭവം 27 10 കൊല്ലമായിട്ട് ഒന്നും എങ്ങും എത്തിയില്ല. അപ്പോൾ എങ്ങനെയാ സാധാരണക്കാരൻ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്നത്? നല്ല പ്രഗത്ഭരും ബുദ്ധിമാന്മാരായ നല്ല വക്കീലന്മാരും സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരുപാട് പേര് ഭരിച്ച് ഇരുന്ന കസേരയാണ് അതൊക്കെ. അപ്പോൾ അവിടെ ഇരിക്കുന്നവർ വിചാരിക്കണം, എന്ത് തരം പ്രലോഭനങ്ങൾ വന്നാലും അല്ലേ, ഒരു പെൺകുട്ടിയാണ് ഇവിടെ ഇരയാക്കപ്പെട്ടത്, അതിനൊരു ജീവിതമില്ലേ? എന്തോ അതിൻ്റെ ദൈവാധീനം കൊണ്ടോ അല്ല അതിൻ്റെ അമ്മയുടെ കണ്ണുനീര് ഭഗവാൻ കണ്ടതുകൊണ്ടോ ആ കുട്ടി ഇന്ന് മിടുക്കിയായിട്ടൊക്കെ ജീവിച്ചു പോന്നു. അത് വേറെ ഒരു അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ, അത് എൻ്റെ മകനെ പറഞ്ഞവരോട് പോലും ഞാൻ പറഞ്ഞതാണ്. എൻ്റെ മകൻ ആരെയും ഒരു എന്തെല്ലാം പറഞ്ഞു, അയാൾ അവിടെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ശുദ്ധ നുണയല്ലേ അതൊക്കെ. അവനെന്താ പറഞ്ഞേ? ഞാനുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ, ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗാണ്, ഞങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അകത്ത് ചെല്ലുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ആ തീരുമാനങ്ങളൊക്കെ കേൾക്കട്ടെ, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനമാണെങ്കിൽ ഓക്കെ, അതല്ല നമുക്ക് തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ പറയാം. എന്നാലും അവൻ പറഞ്ഞോ ഇന്നാരാ കൊന്നൊന്നും പിടിച്ചതും അല്ല, കൊന്നതെന്നല്ല ഇതൊക്കെ ചെയ്തതില്ല. അപ്പോൾ
ഇതാണ് ഇപ്പോൾ സിനിമയിൽ നടക്കുന്നത്. പേഴ്സണൽ അറ്റാക്ക്, പേഴ്സണൽ വെഞ്ചൻസ്, ഈ ഒരു പകവീട്ടലുണ്ടല്ലോ, ഏതൊക്കെ തരത്തിലൊരുത്തനോട് ചെയ്യാമോ അതൊക്കെ ചെയ്യുക. അതൊന്നും ശാശ്വതമല്ലേ പൊന്നുമോളെ. എല്ലാ കാലത്തും സിനിമ അങ്ങനെയൊക്കെ തന്നെയായിരുന്നോ? അല്ല, ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് കൂടിപ്പോയാലൊരു 10-15 വർഷമേ ആയിട്ടുള്ളൂ ഇത്രയും ഒരു മോശം സ്ഥിതിയിലേക്ക്. അതായത് എല്ലാ സംഘടനകളിലും രാഷ്ട്രീയം, എല്ലാ സംഘടനകളിലും ജാതി, ഇങ്ങനൊന്നും ആയിരുന്നൊന്നുമില്ല സിനിമ. ഞാൻ പറയാമല്ലോ ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും. അല്ല, ഒരുപാട് കാലം ചെന്നൈയിലൊക്കെ ഒറ്റയ്ക്ക് നിന്ന ആളുകൂടിയാണ്. അതാ ഞാൻ പറഞ്ഞതാ. എവിടെ അന്നൊക്കെ നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഒരു നിർമ്മാതാവിനെയോ ഒരു നടനെയോ വിളിച്ചാൽ എല്ലാവരും എന്താ പ്രശ്നം അതാരാ അപ്പം അവർ അന്വേഷിക്കും അതിനെക്കുറിച്ച്. അതെന്തിന് പോയി ഒറ്റയ്ക്ക്, അത് ചോദിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ചെന്ന വണ്ടി എന്ന് പറയുന്നത് കൂടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ നടൻ്റെ കാറാണ്. അപ്പോൾ നമുക്കൊരു വിശ്വാസക്കുറവ് വരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകണം, പെട്ടെന്ന് എൻ്റെ ഡ്രൈവറില്ല, വണ്ടിയില്ല. ഇവിടെ അറിയപ്പെടുന്ന വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെയോ അല്ലാതെ അല്ല വലിയ പോട്ടെ, ഞങ്ങളെക്കാട്ടിലൊക്കെ ഒരു വലിയ താരം, ചേച്ചി വിഷമിക്കട്ടെ എൻ്റെ വണ്ടി ഇവിടെ ചുമ്മാ കിടക്കുകയാണെന്ന് പറയുമ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് വണ്ടി അയക്കുന്നു. ഈ വണ്ടിയിൽ പോയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിക്കുമോ? ഒരിക്കലും ഇല്ല. അതൊക്കെ അത് ആലോചിക്കാതെ എന്താണ് സംഭവം നടന്നതെന്ന് അറിയാൻ വയ്യാതെ പറയുന്നതാണ്. അപ്പോൾ അത്രയും വിശ്വാസത്തോടുകൂടി, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് നേരെ പോയി ഇങ്ങനൊരു സംഭവം ഉണ്ടായത് പറയാനായിട്ട്. ആ കാറിൽ വന്നതുകൊണ്ടല്ലേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നത് അതിന്റെ ഭാഗം കൂടി ആയിട്ടാണ്. വായിച്ചില്ല, ഏതാണ്ട് ഒരുപാട് പേജ്. അതില് ഈ കാസ്റ്റിംഗ് കൗച്ച്, സുരക്ഷിതമില്ലായ്മ, അതേപോലെ തുല്യ ജോലിക്ക് തുല്യ വേതനമില്ലായ്മ, അതേപോലെ സാങ്കേതിക രംഗത്ത് സ്ത്രീകൾക്ക് അവസരമില്ലായ്മ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ എവിടെ പോയി ഇത് പറഞ്ഞവരൊക്കെ? അതാണ് എനിക്കറിയേണ്ടത്. ഇവിടെ ഒരുപാട് പേര് പലതും തുടങ്ങി, പല കമ്മിറ്റികളും പല അസോസിയേഷനും ഇതിനൊക്കെ എതിരെ തുടങ്ങി. ഒരു തുല്യ വേതനം എന്ന് പറയണമെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. മമ്മൂട്ടിക്കോ മോഹൻലാലിനോ കൊടുക്കുന്ന വേതനം ബാക്കിയുള്ളവർക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ അവരവരുടെ അനുഭവത്തിലൂടെ, അധ്വാനത്തിലൂടെ, അവരുടെ പടങ്ങൾ ജനം കണ്ട് ഓടി അവർക്കൊരു മാർക്കറ്റുണ്ട്. അവരെ ഇട്ടാൽ ഇത്ര പൈസ പ്രൊഡ്യൂസർക്ക് കിട്ടും എന്നൊരു ഉറപ്പിൻ്റെ പേരിലാണ് പ്രൊഡ്യൂസേഴ്സ് അത് കൊടുക്കാൻ തയ്യാറായത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ മുക്കാൽ ഭാഗത്തിൽ താന്ന് ഒരു അർഹതപ്പെടാത്ത ഒരു ആർട്ടിസ്റ്റ് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് തെറ്റാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ കണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരു ബാത്റൂം ഫെസിലിറ്റി അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം, അല്ല അപ്പോഴാണല്ലോ ക്യാരവൻ വന്നത്. ക്യാരവൻ അങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളില്ലാതപ്പോൾ എല്ലാവർക്കും ക്യാരവൻ ഉണ്ടാക്കി, സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ എന്നൊക്കെ പറഞ്ഞു. ഉടനെ അതിൽ കയറിയിരുന്നപ്പോൾ അതിനകത്തും പീഡനം. പൂർണ്ണത്തിന് രക്ഷയില്ല എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു. അമ്മ എന്ന സംഘടന ഒരു ഒട്ടും ജനാധിപത്യപരമല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കുറച്ചു മുന്നേ ഒരുപാട് പേര് അതിൽ പാർവതിയൊക്കെ അങ്ങനെ വിട്ടുപോയിട്ടുള്ളവർ. ആദ്യത്തെ 50 മെമ്പർമാരിൽ ഒരാളാണ് ഞാൻ. അന്ന് തൊട്ടുള്ള സംഘടനകളുടെ ചരിത്രം എനിക്കറിയാം. എനിക്ക് ആരോടും ഒരു വിരോധമില്ല. അവരുടെ നിവൃത്തികേട് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പടങ്ങൾ വേണമെന്നുള്ളത് കൊണ്ടോ ഒക്കെ. ഇപ്പം എനിക്ക് പടം വേണ്ടെന്നോ അല്ല ഞാൻ പടം എനിക്കത്തില്ലെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായ ഓബ്ലിഗേഷൻസ് ഉണ്ടാവും ചില നടന്മാരോടും നടികളോടും പ്രൊഡ്യൂസർമാരോടും സംവിധായകരോടും ഒക്കെ. അത് കൊണ്ട് അവർ കാണിക്കുന്ന ഒരു ചില്ലറ വേണ്ടാതിനങ്ങൾക്കൊക്കെ നമ്മൾ കൂട്ടു നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഒരുപാട് പേര് ഇവിടെ വിളിച്ചിട്ട് ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ സംഘടനയുടെ ഒരു വിഷമങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചതാ, എനിക്കറിയില്ല, എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അമ്മ ഇതൊന്നും നോക്കണം, അമ്മ ആൻറ്റി ഇങ്ങനെയല്ലേ, ചേച്ചി എന്താവുന്നു ഇങ്ങനെ. ഞാനിത് എനിക്കറിയില്ല. പിന്നെ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ കാണാം അവിടെ ഇവിടെ നിന്നൊക്കെ ഒരു വോയിസ് മെസ്സേജൊക്കെ വരുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ ആർക്കും പ്രശ്നമല്ല, സീനിയേഴ്സിനും പ്രശ്നമല്ല, ജൂനിയേഴ്സിനും പ്രശ്നമല്ല. പിന്നെ അമ്മയ്ക്ക് എന്താ വേറെ പണിയില്ലേന്ന് എൻ്റെ മക്കൾ നാളെ ചോദിക്കും, മനസ്സിലായില്ലേ? പക്ഷേ അത് ഒരു പക്ഷേ നാളെ ട്രോളാനും മതി. ഈ തള്ള അങ്ങനെ പറയുന്നത്. തള്ള 53 വർഷം ഇവിടെ നിന്നിട്ടാണ് ചോദിക്കുന്നത്, അല്ലാതെ ഇന്നലെ ഇങ്ങോട്ട് വഴിയെ പോയ ഒരു തള്ള കയറി ചോദിക്കുകയില്ല. അത് ഈ ട്രോളുന്നവന്മാർ ആദ്യം മനസ്സിലാക്കണം. ആ ഇൻഡസ്ട്രി വളരെ നല്ല സമ്പൂർണ്ണമായ സമാധാനമായ ഒരു അന്തരീക്ഷത്തിൽ നടന്നുപോയതും ഇപ്പോൾ ഉള്ള ഈ സ്പർദ്ധയും ഈ ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ മനുഷ്യനെ നാല് വഴിക്കാക്കുന്നത്, ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ പറഞ്ഞു പോകും. എങ്ങനെയാ പറയാതിരിക്കുന്നത്? അപ്പോൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് ഒന്ന് മാറ്റി നിർത്തിയാലേ, വലിയ സ്ഥാനം കൊടുത്ത് അവിടെ കേട്ട് പിടിച്ചിരുത്തല്ലേ, അവർ പോകട്ടെ എന്ന് പറയുന്ന ഒരു രീതിയാണ് ഇപ്പോഴും. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, മമ്മൂട്ടിയോ മോഹൻലാലോ അവർക്ക് തലവേദന എടുത്തിട്ടായിരിക്കും കേട്ടോ മാറിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ അവരാരെങ്കിലും ഒരു തലപ്പത്ത് വരാതെ ഇങ്ങനെ ഒരു സംഘടന വലിയ ചീത്തപ്പേരില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാം. അവരുണ്ടായിട്ട് തന്നെ വെറുതെ വിടുന്നില്ല. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർ പോകാത്തായിരിക്കും. അല്ലെങ്കിൽ ഇത് മഹാമോശമാണ്. ഞാൻ ആക്ച്വലി ശ്വേത ഒരു ലേഡി വരുന്നു, ഇനി എല്ലാ പെണ്ണുങ്ങളങ്ങ് ഭരിച്ച് തകർക്കുമെന്ന് കേട്ടപ്പോൾ എല്ലാവരും തകർക്കത്തില്ലെന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ ഉള്ളവരുടെയൊക്കെ ഒരു തീർച്ചയായിട്ടും എനിക്കറിയാം.
ഒരു ചെറിയ പ്രോഗ്രാമിന് പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ എല്ലാവരും കൂടെ പോന്നു 2-3 പേരും അതുറക്കുമായിരിക്കും. അതിനപ്പുറത്തോട്ടൊന്നും അവിടെ വലുതായിട്ട് സംസാരിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കത്തക്ക രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളൊന്നുമില്ല. പക്ഷേ ശ്വേത കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആവണമെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ശ്വേതയ്ക്ക് ഷീ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ അത് ശ്വേത അപ്പോഴത്തേക്കും ആഘോഷങ്ങളായി, പാർട്ടിയായി, ബഹളമായി. ഇതിൽ നിന്ന് അങ്ങ് ശ്രദ്ധ പോയോ എന്നൊരു സംശയം. സെക്രട്ടറി ഒക്കെ ഉണ്ടല്ലോ എന്നുള്ള ധാരണയിൽ ശ്വേത കുറച്ച് മാറിയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ ഒരു അടച്ചിട്ട മുറിയിലിരുന്ന് സംസാരിക്കുമ്പം 48 ക്യാമറ വെച്ച് വോയിസ് അടക്കം റെക്കോർഡ് ചെയ്ത് വേറെ ആർക്കും അയച്ചു കൊടുക്കരുത്. അത് തെറ്റ്. അതാദ്യം ആ ക്യാമറ എല്ലാം അവിടെ എടുത്ത് കളയണം എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ. എന്നാ പിന്നെ ഞാൻ പറയുന്നത് ഇപ്പം പറഞ്ഞതാ, ഒരു ഓഫീസ് എടുക്കുക, ഒരു ക്ലർക്കോ ഒരു മാനേജര് എല്ലാ മാസവും ആ പൈസ കൃത്യമായിട്ട് അയച്ചു കൊടുക്കുക. എന്തിനാണ് ഈ ആർഭാടം കാണിക്കുന്നത്? ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുള്ളതപ്പം 5 ലക്ഷം രൂപയോളം ചിലവാക്കി പാർട്ടി. ഇന്നേ വരെ അമ്മേനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സംഭവം. എന്തുകൊണ്ട് ആരും ചോദ്യം ചെയ്തില്ല? അവിടെ ആര് പോയി? മലയാള സിനിമയിലെ അധികായന്മാർ വല്ലതും അവിടെ പോയോ ആ പാർട്ടിക്ക്? ആരും പോയില്ല. ഇതിൻ്റെ ഭാരവാഹികൾ 1-2 പേര് കൈസത്തെല്ലാം കെട്ടി തൂക്കിയിട്ടുണ്ട് അവിടെ നടക്കുന്നുണ്ട്. എന്തിനാണ്? അതുകൊണ്ട് സിനിമ അങ്ങ് നന്നായോ, അമ്മ അസോസിയേഷൻ നന്നായോ ഒന്നുമില്ല. ഒരു ട്രിപ്പ് പോയാൽ എവിടെങ്കിലും ഒരു കാര്യത്തിന് എഴുതിയെടുക്കും, ഇത്ര പോയേ. അപ്പം ഞാൻ പറഞ്ഞു ഈ പരാതികൾ ഒഴിവാക്കാം. അതൊക്കെ മാറ്റിയിട്ട് ഇവരെല്ലാവരും വല്ലപ്പോഴും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കൂടി കണ്ടോട്ടെ, അതൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷേ ഇത് റൺ ചെയ്യാൻ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും പെൻഷനും മരുന്നും ഒക്കെ കൃത്യമായിട്ട് അവിടെ എത്തിക്കും. അതൊന്നും ഇല്ലാത്ത സമയത്ത് എല്ലാവരും കൂടെ അവിടെ കയറിയിരുന്ന് ഈ കിടന്ന് കലകുലുകുലുകുലുകുലാന്ന് സംസാരിക്കുന്നത് മുഴുവനും ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും ചീത്ത പേരുണ്ടാവും. ഞാൻ എടുത്തു പറയണം. എനിക്കറിയില്ല, സത്യത്തിൽ അറിയില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അവിടെ കുറേ ആളുകളും ഉണ്ട്. അവർക്കെങ്കിലും പറഞ്ഞുകൂടെ ഇത് മോശമാണെന്നൊക്കെ പറയുന്നുണ്ടാവാം. ചിലപ്പോൾ എന്തോ കേൾക്കണ്ടേ. ആരെങ്കിലും ഒരാൾ വിചാരിച്ച് ആരാണ്ടോ പറഞ്ഞതിൻ്റെ വിട്ട് പണ്ട് തമിഴ്നാട്ടിലൊരു ചൊല്ലുണ്ട്, ഞാൻ പല ഇൻ്റർവ്യൂവിലും അത് പറയും, ആവതും പെണ്ണാലേ അഴിവതും പെണ്ണാലേ, നന്നാവുന്നതും നശിക്കുന്നതും ഒക്കെ പെണ്ണിനെ കൊണ്ടാന്ന് പറയുന്നത്. അത് ശരിയാണെന്ന് ജനം പറയരുത്. അത് മാത്രമേ ഈ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക. മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അമ്മയില് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ആണോ പെണ്ണോ എന്നുള്ളതെല്ലാം തോന്നുന്നുണ്ട്. മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പോലും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡിന്നറും ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെയാണോ ഇവരൊക്കെ അതെന്തിനായിരുന്നത്? അവിടെ ആര് പോയി, ആരൊക്കെ പോയി? ഞാൻ വേണേൽ കാണിച്ച വീഡിയോ. WCC എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് മലയാള സിനിമയിൽ അവർ വരുത്തിയ അല്ലെങ്കിൽ ഒരു തുടക്കം കുറിച്ച മാറ്റങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് സങ്കടം. അവർ കുറച്ചൊരു നിശബ്ദത പാലിക്കുന്നത് ഇപ്പം പല കാര്യങ്ങൾക്കും. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് വല്ലതും പറയുന്നതല്ലാതെ അവർ ശക്തമായിട്ട് പ്രതികരിക്കണ്ടേ? രേവതയുണ്ട്, അതിൽ പാർവതിയുണ്ട്, അവരൊക്കെ കുറച്ച് സംസാരിക്കാൻ ഒരു സെൻസിബിളായിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ലേ ഇപ്പോൾ എല്ലാവരും ഉണ്ട് അതിനകത്ത്. പക്ഷെ ചില സമയങ്ങളിൽ അവര് ഇടപെടേണ്ട കാര്യങ്ങൾ അവർ. എനിക്ക് തോന്നുന്നു അതോടുകൂടെ അവർക്കങ്ങ് അവസരങ്ങൾ നഷ്ടമാവുകയും ഒതുക്കി കളയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ അഭിപ്രായം പൃഥ്വിരാജ് മാത്രമേ അതിനെ അതിജീവിച്ചു പോയിട്ടുള്ളൂ. അല്ല, എന്തായാലും ഒതുക്കുമെന്ന് അവർക്ക് അറിയാം. അവരത്ര മണ്ടികളൊന്നും അല്ല, നല്ല ബുദ്ധിയുള്ള പെൺകുട്ടികളാണ് അതിനകത്തിരിക്കുന്നതൊക്കെ. അപ്പം എന്നിട്ടും അവർ ധൈര്യപൂർവ്വം പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ചില കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്?